بسم الله الرحمن الرحيم هذا القرآن يوحدنا لطريق الخير يوجهنا الله تعالى أنزله ورسول الله معلمنا هذا القرآن يوحدنا لطريق الخير يوجهنا الله تعالى أنزله ورسول الله معلمنا هذا القرآن هو الهادي لأوائلنا وأواخرنا يدعو للعلم وللعمل لا شيء سواه يهذبنا هذا القرآن هو الهادي لأوائلنا وأواخرنا يدعو للعلم وللعمل لا شيء سواه يهذبنا كتاب الله لا شيء سواه يهذبنا العمل به كتاب الله لا شيء سواه. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والتابعين لهم بإحسان إلى يوم الدين أما بعد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فأقم وجهك للدين حنيفا فطرة الله التي فطر الناس عليها لا تبديل لخلق الله ذلك الدين القيم ولكن أكثر الناس لا يعلمون. തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത ചൽ പ്രസാദാത് പരം ശാന്തിസ്ഥാനം പ്രാപ്സ്യസി ശാശ്വതം. തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത തൽപ്രസാദാത് പരം ശാന്തിസ്ഥാനം പ്രാപ്സ്യസി ശാശ്വതം. വേദിയിലെ ബഹുമാന്യനായ അധ്യക്ഷൻ, ബഹുമാന്യ ഉദ്ഘാടകൻ, കേരള നദ്വത്തുൽ മുജാഹിദീനെ പ്രതികരിച്ച് ആശംസ നേർന്ന മാന്യ സുഹൃത്ത്, ഈ സദസ്സിൽ മതത്തിൻ്റെ നന്മയെ സംബന്ധിച്ച് കേൾക്കാൻ വന്നു ചേർന്നിട്ടുള്ള സഹോദരിമാരെ, സഹോദരങ്ങളെ,
സഹപ്രവർത്തകരെ, സദസ്സിലിരിക്കാൻ മടിയുണ്ടെങ്കിലും കേൾക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈ ശാന്തമായ പരിസരത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ നിൽക്കുന്ന സത്യാന്വേഷികളായ ഇതര മത ആദർശ വിശ്വാസികളായിട്ടുള്ള സഹോദരന്മാരെ, മതം അത് മനുഷ്യന്റെ നന്മക്കാണ് എന്നാണ് പറയുന്നത്. പക്ഷെ മതം എന്ന് കേട്ടാൽ ധാരാളം ആളുകൾ പുച്ഛത്തോടുകൂടി കാണുകയും ഭയപ്പാടോടുകൂടി സമീപിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് അങ്ങനെ? എന്താ സഹോദരന്മാരെ അങ്ങനെ? അതെ, ഈ കാലഘട്ടം നിങ്ങൾക്കറിയുമോ? കേരളത്തിലെ ഒരു ജില്ലയിൽ തന്നെ ഒരു മാസത്തിനുള്ളിൽ 13 പള്ളി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഭക്തന്മാർ കൂടുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ആ പ്രദേശങ്ങളിൽ പള്ളി ആവശ്യമാണ് എന്നാണ് അതിന്റെ അർത്ഥം. ക്ഷേത്രങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇടിഞ്ഞു പൊളിഞ്ഞു തകർന്ന ക്ഷേത്രങ്ങളെല്ലാം പുനരുദ്ധരിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു ക്രിസ്ത്യാനിയുള്ള സ്ഥലത്തു പോലും ആയിരക്കണക്കിന് ആളുകൾക്ക് പങ്കെടുക്കാവുന്ന ചർച്ചുകൾ ഉണ്ടാക്കപ്പെടും. ആരാധനാലയങ്ങൾ ഇന്ന് ജനനിബിഡമാണ്. മതഭക്തന്മാരുടെ കേളി കേന്ദ്രമായി മതാലയങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. പക്ഷേ ഭീകരവാദത്തിന് വല്ല കുറവുണ്ടോ? തമ്മിൽ ശത്രുത കുറയാണോ കൂടുകയാണോ? മദ്യപാനം കുറയാണോ കൂടുകയാണോ? രാജ്യദ്രോഹം കൂടുകയാണോ കുറയാണോ? മയക്കുമരുന്നിന് അടിമപ്പെട്ടവരുടെ എണ്ണം കൂടുകയാണോ കുറയാണോ? ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ തിന്മ വർദ്ധിക്കുന്നുണ്ടോ? ഉണ്ട് എന്നതാണ് മറുപടി, അല്ലേ? എന്താ അങ്ങനെ? എന്താ അങ്ങനെ? സാക്ഷാൽ മതം, മനുഷ്യന്റെ ഹൃദയത്തിൽ ഇരിക്കേണ്ട മതം, മനുഷ്യനെ ശുദ്ധീകരിക്കേണ്ട മതം, അതിന്റെ സ്ഥിതി എന്താന്ന് ഞാൻ തുറന്നു പറയാം. ചില കാര്യങ്ങൾ തുറന്നു പറയാം. നമ്മൾ അറിയാൻ, നമ്മൾ മനസ്സിലാക്കാൻ, നമ്മൾ ഉൾക്കൊള്ളാൻ, നല്ല ഒരു ലോകഘടന ഉണ്ടാകാൻ, സമാധാനം വീണ്ടെടുക്കാൻ, ശാന്തിയുടെ, സമാധാനത്തിന്റെ, സഹവർത്തിത്വത്തിന്റെ, സാഹോദര്യത്തിന്റെ, സഹിഷ്ണുതയുടെ, സഹാനുഭൂതിയുടെ, വിശ്വ സാഹോദര്യത്തിന്റെ ഒരു നവലോകം പടുക്കാൻ എന്താ വഴി? ഒറ്റ വഴിയേ ഉള്ളൂ. പ്രവാചകന്മാർ കാണിച്ച സൽപാന്താവിലൂടെ വൈയക്തിക, പ്രാസ്ഥാനിക, പ്രാദേശിക താല്പര്യങ്ങളില്ലാതെ മതം അംഗീകരിക്കാൻ ആളുകൾ തയ്യാറാവുക. ഞാനിവിടെ അവതരിപ്പിക്കുന്ന മതത്തിനൊരു പ്രത്യേകതയുണ്ട്. ആ മതം 50 ആൾ കൂടി ചേർന്നുണ്ടാക്കിയ മതമല്ല. ആ മതം 5 കൊല്ലം പഴക്കമുള്ള മതമല്ല. ആ മതം ഭൂമിശാസ്ത്രബന്ധിതമായ മതമല്ല. ആ മതം ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേരിൽ അറിയപ്പെടുന്ന മതവും അല്ല. മറിച്ച് ഞാൻ പരിചയപ്പെടുത്തുന്ന മതം ദാ ഈ പരന്നു കിടക്കുന്ന മേലാപ്പുണ്ടല്ലോ, ആകാശമെന്ന അത്ഭുത ഗംഗ, ആ ആകാശത്തിന്റെ ചുവട്ടിൽ ഭൂമിക്ക് മീതെ അത്യപാരമായ പടച്ചതമ്പുരാന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ച് ജീവിക്കുന്ന മനുഷ്യരെ, ഈ ബ്രഹ്മാണ്ടത്തെ പടച്ച സിട്ടാവിന്റെ മതം ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും ജൈനനെയും ബൗദ്ധനെയും സിഖുകാരനെയും മതമുള്ളവനെയും ഇല്ലാത്തവനെയും എല്ലാം പടച്ച പ്രപഞ്ചനാഥന്റെ മതം, ആ മതം ഇന്ന് ലോകത്ത് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു. ആ മതം ഇന്ന് ലോകത്ത് അപഹസിക്കപ്പെട്ടു.
ആ മതാനുയായികൾ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിച്ചു. എന്താ കാരണം? അള്ളാഹുവിന്റെ ദീനിലേക്ക് ആളുകൾ കൃത്യമായി പ്രവേശിക്കണില്ല. കുറച്ചു കാര്യങ്ങളൊക്കെ മതമായിട്ട് സ്വീകരിക്കുക, കുറച്ചു കാര്യങ്ങളോ അതവർ തള്ളിക്കളഞ്ഞു. അതുകൊണ്ട് ഇന്ന് ധാരാളം പ്രയാസങ്ങളുണ്ടായി, ധാരാളം ദുഃഖങ്ങളുണ്ടായി. സഹോദരങ്ങളെ, ശാന്തിപൂർണമായ ഒരു ദിവസം, വർഷം, കാലം, നൂറ്റാണ്ട് മനുഷ്യ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? എന്താ കാരണം? കലാപങ്ങളില്ലാത്ത സമാധാനപരമായി എൻ്റെ മകൾ തിരിച്ചു വരും, അവൾ ആരാലും ബലാത്സംഗം ചെയ്യപ്പെടില്ല, അവൾ ആരാലും കിഡ്നാപ്പ് ചെയ്യപ്പെടില്ല, എൻ്റെ മോൻ അവൻ ആക്രമിക്കപ്പെടില്ല, എൻ്റെ ഭർത്താവ്, എൻ്റെ പിതാവ് ഇല്ല, തിരിച്ചു വരും, എൻ്റെ പ്രിയ ഭർത്താവ് ഇല്ല, അയാൾ തിരിച്ചു വരും, ആരും അയാൾ ആക്രമിക്കില്ല. അങ്ങനെ ശാന്തമായ ഒരു ലോകം, ശാന്തമായ ഒരു ഘടന, പരസ്പരം സ്നേഹിക്കുന്ന, പരസ്പരം ആദരിക്കുന്ന, പരസ്പരം അംഗീകരിക്കുന്ന, പരസ്പരം ആലിംഗനം ചെയ്യുന്ന സൗഹാർദ്ദത്തിന്റെ വിളനിലമായി മാറാൻ. പ്രിയപ്പെട്ടവരെ, കേരളം മതസമൂഹം എന്ന നിലയിൽ ശാന്തിയുടെ, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും ശാന്തമായ ഒരു പ്രദേശമാണ് നമ്മുടെ കേരളം. പക്ഷേ അവിടങ്ങളിലൊക്കെ ഫാസിസത്തിന്റെ, വർഗീയതയുടെ, മതസ്പർദ്ധയുടെ, സംഘടനത്തിന്റെ നാമ്പുകൾ മുളച്ചു പൊന്തി വരും. അതിന്റെ ദമഷ്ട്രങ്ങൾ മുന്നോട്ട് തള്ളി നിൽക്കുന്നു. സൈക്കോളജി ഓഫ് ഫാസിസം, വില്യം റൈഹ്, ലോകത്തറിയപ്പെട്ട മഹാപണ്ഡിത കേസരി, സൈക്കോളജി ഓഫ് ഫാസിസം എന്ന പുസ്തകത്തിൽ ഫാസിസത്തെ സംബന്ധിച്ച് സമഗ്രമായി ചർച്ച നടത്തുന്നുണ്ട്. നമ്മുടെ MK മുനീർ സാഹിബ് ഫാസിസത്തെ സംബന്ധിച്ച് ഗൗരവമായി ചർച്ച ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ലോകത്ത് മനുഷ്യൻ എന്ന നിലയിൽ അവൻ അറിയേണ്ട ചില സുപ്രധാനമായ കാര്യങ്ങൾ. എന്താണ് മതം? എന്താണ്? ഞാൻ മതം എന്ന് വിളിക്കുന്നത് ലോകത്തുള്ള എല്ലാ മതങ്ങളെയുമല്ല, ദൈവത്തിന്റെ മതത്തെയും. വാട്ട് ഈസ് റിലീജിയൻ? എന്താണ് മതം? എന്താണ് സാധാ ചോദിക്കുന്ന ചോദ്യം? വാട്ട് ഈസ് ഇസ്ലാം? എന്താണ് ഇസ്ലാം? ഇസ്ലാം എന്ന പദം സുപ്രധാനമായ 3 അർത്ഥങ്ങളെ ഉൾക്കൊള്ളുന്നു. ഒന്ന്, സമർപ്പണം. സമർപ്പണം, ഇസ്ലാം എന്ന പദത്തിന്റെ അർത്ഥം സമർപ്പണം എന്നാണ്. ഹിന്ദുയിസം, ലാവോയിസം, കൺഫ്യൂഷ്യാനിസം, അതുപോലെ ക്രിസ്ത്യാനിറ്റി, ഇതെല്ലാം വ്യക്തികളിലും ദേശങ്ങളിലും അറിയപ്പെട്ട മതങ്ങളാണ്. ഓരോ കാലങ്ങളിൽ ഓരോ വ്യക്തികളുടെ പേരിൽ അറിയപ്പെട്ടിട്ടുള്ള മതങ്ങളാണ്. ഇസ്ലാം ദേശത്തിന്റെ, കാലത്തിന്റെ, ഭാഷയുടെ, ഗോത്രത്തിന്റെ. ജൂതമതം, യഹൂദമതം അതൊരു ഗോത്രത്തിന്റെ മതമാണ്. പക്ഷേ ഇസ്ലാം സമർപ്പണം എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. ഒരു വ്യക്തിയുമായി അതിന് ബന്ധമില്ല. അബ്രഹാം പ്രവാചകന്റെ മതം ഇസ്ലാമാണ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മതം ഇസ്ലാമാണ്. ഈസ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം, മസീഹുല്ലാഹി ഈസ അലൈഹിസ്സലാം, ഇവരുടെ എല്ലാം മതം ഇസ്ലാമാണ്. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം ഉലുൽ അസ്മിന്റെ 1ാമത്തെ പ്രവാചകൻ, അദ്ദേഹത്തിന്റെ മതം ഇസ്ലാമാണ്. സൂര്യന്റെ മതം ഇസ്ലാമാണ്. ചന്ദ്രന്റെ മതം ഇസ്ലാമാണ്. ലോകത്തും മുഴുവനും ദൈവത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുക എന്ന സൂര്യൻ ദൈവത്തിന്റെ കൽപ്പനയനുസരിച്ചാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ സൂര്യൻ മുസ്ലിമാണ്, ചന്ദ്രൻ മുസ്ലിമാണ്, കാർമേഘങ്ങൾ മുസ്ലിമാണ്. മനുഷ്യനോട് ഇസ്ലാം പറയുന്നത്, മനുഷ്യരെ, നിങ്ങൾ നിങ്ങളുടെ ദൈവത്തിന് സമർപ്പിക്കുക. അതാണ് 1ാമത്തെ അർത്ഥം. 2ാമത്തെ അർത്ഥം സമാധാനം എന്നാണ്. സമാധാനം, ഇസ്ലാം എന്ന പദത്തിന്റെ 2ാമത്തെ അർത്ഥം സമാധാനം എന്നാണ്. അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും യാ ഉമ്മ, അസ്സലാമു അലൈക്കും യാ അബി, അസ്സലാമു അലൈക്കും യാ അഖി. എന്റെ സഹോദര, നിനക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ. സഹോദര, എന്റെ പ്രിയ മാതാവേ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ.
എന്റെ പ്രിയ പിതാവേ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ആകാശഭൂമികളുടെ തമ്പുരാന്റെ രക്ഷയുണ്ടാകട്ടെ പിതാവേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യന് വർഗീയവാദിയാവാൻ കഴിയില്ല. ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും സമൂഹത്തിന് വേണ്ടി രക്ഷ പറയാൻ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കപ്പെട്ട ഒരു മദാനിയായി അല്ലേ ലോകത്ത്. പ്രിയപ്പെട്ടവരെ, ബാലൻ വീട്ടിലേക്ക് കയറി വരുമ്പോ മകൻ സുരേഷ് കൊലായിലിരിക്കുന്നുണ്ട്. അസ്സലാമു അലൈക്കും മോനെ എന്ന് അച്ഛൻ പറയോ? പറയില്ല. ഇല്ല, പറയില്ല. യഹൂദൻ പറയോ? ഇല്ല. ക്രിസ്ത്യാനി പറയോ? ഇല്ല. മോനെ നിനക്ക് ദൈവത്തിന്റെ രക്ഷയുണ്ടാകട്ടെ എന്ന് പറഞ്ഞ് മോനെ വീട്ടിലേക്ക് കയറി വന്ന് വാപ്പ സ്വീകരിക്കോ? അച്ഛൻ സ്വീകരിക്കോ? ഇല്ല. ആ സൗഭാഗ്യം ലോകത്ത് മുസ്ലിങ്ങൾക്ക് മാത്രമുള്ളതാണ്. ആ സൗഭാഗ്യം ലോകത്ത് മുസ്ലിങ്ങൾക്ക് മാത്രമുള്ളതാണ്. സഹോദരാ, അസ്സലാമു അലൈക്കും അല്ലേ? നിസ്കാരത്തില് അസ്സലാമു അലൈക്കും റൈറ്റ് സൈഡിൽ, അസ്സലാമു അലൈക്കും ലെഫ്റ്റ് സൈഡിൽ. ലോകരെ, മനുഷ്യരെ, നിങ്ങൾക്ക് ദൈവത്തിന്റെ രക്ഷയുണ്ടാകട്ടെ അല്ലേ? നമ്മുടെ ഒരു സുഹൃത്ത് മാധവൻ, അദ്ദേഹത്തിന്റെ അച്ഛൻ മരിച്ചു. അപ്പോ ആ വീട്ടിലേക്ക് കയറി ചെന്നു. വൈകുന്നേരം അവിടെ ചെന്നിട്ട് പറയാൻ ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ് എന്ന് പറയാൻ പറ്റുമോ? അച്ഛൻ മരിച്ചു കിടക്കുന്ന മകനോട് ഗുഡ് ഈവനിങ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. മാരക രോഗം പിടിപെട്ട് രാത്രി മുഴുവൻ ഉറക്കൊഴിഞ്ഞു നിൽക്കുന്ന സഹോദരനോട് ഗുഡ് മോർണിംഗ്. പോയി പണിയൊക്കെ ചങ്ങായി, എന്ത് ഗുഡ് മോർണിംഗ്? നേരം വെളുക്കണ വരെ ഉറങ്ങിയിട്ടില്ല അല്ലേ? ഏത് ഘട്ടത്തിലും മനുഷ്യരോട് പറയാൻ പറ്റിയ ഒരു അഭിസംബോധന അസ്സലാമു അലൈക്കും. ദൈവത്തിന്റെ രക്ഷ നിനക്കുണ്ടാകട്ടെ സഹോദര. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരാൾ എങ്ങനെ വർഗീയവാദിയാകും? എങ്ങനെ മനുഷ്യപ്പറ്റില്ലാത്തവനാകും അല്ലേ? സമർപ്പണം, അതാണ് ഒന്നാമത്തെ അർത്ഥം എന്ന് ഞാൻ പറഞ്ഞു. ആരോടുള്ള സമർപ്പണം? ഇസ്ലാമിന്റെ നന്മ എന്താ? മതം ഉൾക്കൊള്ളുന്ന നന്മ എന്താ? മതം ശരിക്കും പഠിക്കേണ്ട, വിലയിരുത്തേണ്ട, അന്വേഷിക്കേണ്ട ഒന്നാണ്. നമ്മുടെ നാട്ടിൽ നമ്മളൊരു ടെക്സ്റ്റൈൽസിൽ കയറുന്നു. ഒരു കർച്ചീഫ് വേണം നമുക്ക്. അപ്പൊ ആ കർച്ചീഫ് നമ്മൾ എടുത്തു നോക്കും. നന്നോ, എങ്ങനെയുണ്ട്, അതിന്റെ എല്ലാ വശവും പരിശോധിക്കും നമ്മൾ. എല്ലാ വശവും. ഒരു കർച്ചീഫ് സെലക്ട് ചെയ്യുന്നിടത്ത് പോലും നമ്മൾ ടെക്സ്റ്റൈൽസിൽ തിരിച്ചും മറിച്ചും നോക്കും. നല്ലതാണോ? 25 രൂപക്കുണ്ടോ അല്ലേ? മതത്തിനൊരു കർച്ചീഫിന്റെ വാല്യൂ ഇല്ല ഇന്ന്. പച്ചക്കറി മാർക്കറ്റിൽ പച്ചക്കറി തിരഞ്ഞെടുക്കുന്നു. യാതൊരു പ്രയാസവും നമുക്ക് തോന്നിയിട്ടില്ല. നല്ലത് തിരഞ്ഞെടുക്കുക, നല്ല ഷർട്ട് തിരഞ്ഞെടുക്കുക, നല്ല വാച്ച് തിരഞ്ഞെടുക്കുക, നല്ല ഭൂമി തിരഞ്ഞെടുക്കുക, നല്ല പ്ലാൻ ഉണ്ടാക്കുക, നല്ല വീട് നിർമ്മിക്കുക. നല്ല മതം തിരഞ്ഞെടുക്കുക, അത് മാത്രമില്ല. എവിടെ ജനിച്ചത് ചളിക്കുണ്ടില്ല എന്നാ അവിടെ കിടക്കുക. ആ ചളി തിന്നുക, ആ ചളിയിൽ വളരുക, ആ ചളി അനുസരിച്ച് ജീവിക്കുക, മരിക്കുക. ഏത് മതത്തിലാ ജനിക്കുന്നത്? ആ മതം അനുസരിച്ച് ജീവിക്കുക. ആ മതം എന്തബദ്ധമാണെങ്കിലും അതിനനുസരിച്ച് ജീവിക്കുക. എന്നിട്ട് ആ അബദ്ധത്തെ മതം എന്ന് പേര് വിളിക്കുക. അപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ശ്രീനാരായണ ഗുരു, അദ്ദേഹം നല്ല ഒരു ചിന്തകനാണ്. പക്ഷേ ശ്രീനാരായണ ഗുരുവിന്റെ ഒരു വാചകം നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എല്ലാവരും, മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. ശരിയല്ല അത്. ആ മുദ്രാവാക്യം ശരിയല്ല. അതിന്റെ പശ്ചാത്തലം ശരിയാണ്, ഞാൻ അതിനെ അംഗീകരിക്കും. ആ വാചകം ശരിയല്ല. എന്തുകൊണ്ട്? മരുന്ന് ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറയുന്നതിന് തുല്യമാണത്. മരുന്ന് ഏതായാലും രോഗം മാറിയാൽ മതി എന്ന് പറയുന്നതിന് തുല്യം. എന്താ? രോഗമെന്തോ ആ രോഗത്തിന് മരുന്ന് കുടിക്കണം. രാവിലെ അര ഗുളിക എന്ന് പറഞ്ഞാൽ അത് 2 ഗുളിക കഴിച്ചൂടെ, ആള് കലിയായിപ്പോ. കൃത്യമായ നിബന്ധനയുണ്ട് അല്ലേ? അപ്പൊ രോഗമേതോ ആ രോഗത്തിന് മരുന്ന് കുടിക്കണം. ഊരവേദന, അതിന് ഏത് മരുന്ന് കഴിക്കണം? പള്ളവേദനന്റെ മരുന്ന് കഴിച്ചാൽ പോരാ. മരുന്ന് ഏതായാലും രോഗം മാറിയാൽ മതി എന്ന് പറയുന്ന അബദ്ധമാണ് മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന അബദ്ധം. എന്തുകൊണ്ട്? അത് ഗൗരവമായി തന്നെ മനസ്സിലാക്കണം. മനുഷ്യൻ നന്നാകണം,
എങ്കിൽ ഒരാൾ ഒരു മാർക്കറ്റിൽ ചെല്ലും. നമ്മളെല്ലാവരും കാസർഗോഡ് ടൗണിൽ നിൽക്കുകയാണ്. 10 സെയിൽസ്മാൻമാർ. ഒരാൾ പറയാണ് ഈ മരുന്ന് കുടിച്ചാൽ 5 രോഗം മാറും, ഈ മരുന്ന് കുടിച്ചാൽ 5 രോഗം മാറും. വേറൊരാൾ പറയാ ഈ മരുന്ന് കുടിച്ചാൽ 3 സുപ്രധാന രോഗങ്ങൾ മാറും. വേറൊരാൾ പറയുന്നു ഈ മരുന്ന് കുടിച്ചാൽ 6 രോഗങ്ങൾ മാറും. തൊട്ടപ്പുറത്ത് ശാന്തനായ ഒരു മനുഷ്യൻ മാറി നിന്ന് പറയണം ഈ മരുന്ന് കുടിച്ചാൽ നിങ്ങളുടെ ശരീരത്തിൽ എന്തൊക്കെ രോഗമുണ്ടോ ആ രോഗങ്ങളൊക്കെ മാറും, ഞാൻ തെളിയിച്ചുതരാം. ഇങ്ങനെ കേൾക്കുന്ന ആളുകൾ, ബുദ്ധിയുള്ളവർ ഏത് മരുന്ന് സെലക്ട് ചെയ്യും? എല്ലാ രോഗവും മാറുന്ന മരുന്ന്, എല്ലാ അസുഖവും മാറുന്ന മരുന്ന്, ശരീരത്തെ പൂർണ്ണമായി രോഗമുക്തമാക്കുന്ന മരുന്ന് അല്ലേ? ഇവിടെ ധാരാളം മതങ്ങളുണ്ട്. ചില മതങ്ങൾ ചില പ്രശ്നം പരിഹരിക്കും, ചില മതങ്ങൾ അതിനേക്കാൾ കുറച്ചുകൂടെ പരിഹരിക്കും. എല്ലാം പരിഹരിക്കുന്ന വല്ല മതമുണ്ടോ? ഞാൻ പറയുന്നുണ്ട്. ദൈവത്തിന്റെ മതമുണ്ട്, മനുഷ്യർ കൈകടത്താത്ത മതം, മനുഷ്യന്റെ കൈകടത്തലുകൾക്ക് വിധേയമാവാത്ത മതം, മനുഷ്യർ ശ്രദ്ധിച്ചിട്ടില്ലാത്ത മതം. ദൈവം തമ്പുരാൻ അവന്റെ പ്രവാചകന്മാരിലൂടെ അവതരിപ്പിച്ച സത്യാസത്യത്തിന്റെ മതം. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യം തദാത്മാനം സൃജമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. വേദം ശ്രീമദ് ഭഗവത്ഗീത ഭീഷ്മപർവം മുതൽ ആരംഭിക്കുന്ന ഗീതയിൽ 25 മുതൽ 43 വരെ നീണ്ടുകിടക്കുന്ന 18 അധ്യായമുള്ള ശ്രീമദ് ഭഗവത്ഗീത. ആ ഗീതയിൽ 4-ാം അധ്യായം 7-8 ശ്ലോകങ്ങൾ യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യം തദാത്മാനം സൃജമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. എന്താ അതിന്റെ അർത്ഥം എന്നറിയോ? ധർമ്മത്തിന് ചുതി സംഭവിക്കുമ്പോ, അധർമ്മം കൊടികുത്തി വാഴുമ്പോ ധർമ്മം സ്ഥാപിക്കുവാൻ യുഗപുരുഷന്മാർ വരും. പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. സാധുക്കളെ സംരക്ഷിക്കാനും ക്രൂരന്മാരെ നിഗ്രഹിക്കാനും യുഗങ്ങൾ തോറും അർജുന ഞാൻ അവതരിക്കുന്നു എന്ന് കൃഷ്ണൻ പറഞ്ഞതായി ശ്രീമദ് ഭഗവത്ഗീതയിൽ രേഖപ്പെടുത്തും. ഇസ്ലാം ചെറിയൊരു വ്യത്യാസത്തോടു കൂടി അവതരിപ്പിക്കുന്നു. ഇസ്ലാം ദൈവം മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെടുക ഇല്ല, അത് ദൈവത്തിന്റെ യോഗ്യതയ്ക്ക് ചേർന്നതല്ല. മാത്രവുമല്ല, ദൈവം മനുഷ്യരൂപത്തിൽ വന്നിട്ട് പറയാ നീ വ്യഭിചരിക്കരുത്, ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം സാധ്യം. നീ നോമ്പ് നോൽക്കണം, 40 പകലുകൾ പട്ടിണി കിടക്കണം എന്ന് പറഞ്ഞാൽ ദൈവത്തിനത് സാധിക്കും, മനുഷ്യന് സാധിക്കില്ല. നേരെ മറിച്ച് മനുഷ്യൻ തന്നെ പറയാ ദാ ഞാൻ നിന്നെ പോലെ ആമിനയുടെ മകൻ അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ്, ഞാൻ വ്യഭിചരിക്കുന്നില്ല, ഞാൻ കള്ളുകുടിക്കുന്നില്ല, ഞാൻ നോമ്പ് നോൽക്കുന്നു, ഞാൻ 5 നേരം നമസ്കരിക്കുന്നു. അല്ലേ? ആലോചിച്ചു നോക്കൂ നിങ്ങൾ. അപ്പൊ വളരെ വ്യക്തം, മനുഷ്യനാണ് മനുഷ്യർക്കിടയിൽ പ്രവാചകന്മാരായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. പ്രവാചകന്മാർ പഠിപ്പിച്ച എന്തെങ്കിലും ഒരു തത്വം മാനവതക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യം, ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു കാര്യം, ഇസ്ലാം പ്രൊമോട്ട് ചെയ്യുന്ന, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന, ഇസ്ലാം അവതരിപ്പിക്കുന്ന, ഇസ്ലാം ആളുകളുടെ മുമ്പിൽ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം മാനവതക്കെതിരായി, മനുഷ്യന്റെ പുരോഗതിക്കെതിരായി ഉണ്ട് എന്ന് തെളിയിക്കുക സാധ്യമല്ല. ഇസ്ലാം പാടില്ല, ചെയ്യരുത്, അരുത്, കുടിക്കരുത്, കഴിക്കരുത്, എടുക്കരുത് എന്ന് പറഞ്ഞ ഒരു കാര്യം എടുത്താൽ ഗുണമുണ്ടെന്ന് പഠിപ്പിക്കാൻ, കഴിച്ചാൽ ശരീരത്തിന് നന്ദി എന്ന് പറയാൻ, ഉപയോഗിച്ചാൽ ഹാർട്ടിന് നന്ദി എന്ന് പറയാൻ ലോകത്ത് ഒരാൾക്കും ഇന്നേ വരെ സാധിച്ചിട്ടില്ല. വെല്ലുവിളിയായി സ്വീകരിച്ചോളൂ, മഹത്തായ വെല്ലുവിളിയായി സ്വീകരിച്ചോളൂ. ഇസ്ലാം ദാ ഇന്നത് കഴിക്കരുത്, ഇന്നത് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞിട്ട് അത് ഉപയോഗിച്ചവന് ഗുണമുണ്ടായി എന്ന് പറയാൻ കഴിയില്ല. വെല്ലുവിളിയോടുകൂടി ഏറ്റെടുത്തോളൂ. ആർക്കും, ഏത് മതാനിയായി ഇസ്ലാം പറഞ്ഞ ഒരു കാര്യം തെറ്റാണെന്ന് പറഞ്ഞൊരു കാര്യം ശരിയാണ്
കുഴപ്പമില്ല എന്ന് തെളിയിക്കാൻ എന്നോളം സാധിച്ചിട്ടില്ല. ഫോർ എക്സാമ്പിൾ, പന്നി മാംസം. ലോകത്ത് ഇന്നും ശാസ്ത്രം ആകെ പരിങ്ങല്ലായ ഒരു വിഷയമാണ് പന്നി മാംസം. അത് ദോഷമാണ് എന്ന് പറയാത്ത ശാസ്ത്രകാരന്മാരില്ല. മദ്യം ലഹരി ഉണ്ടാക്കുന്നതെല്ലാം കുല്ലു മുസ്കിരിൻ ഹറാം. ലഹരി ഉണ്ടാക്കുന്നതെല്ലാം ഹറാമാണ്. പാൻപറാഗ്, കോള, പെപ്സി, ഹാൻസ്, ആ കൂട്ടത്തിൽപ്പെട്ട എല്ലാം, പുകവലി, മുറുക്കൽ, അങ്ങനെയുള്ളതെല്ലാം. വിശുദ്ധ ഖുർആനിൽ ഈ വിഷയകമായി വന്ന ഒരു പരാമർശം, അല്ലദീന യത്തബിയൂന റസൂലൻ നബിയ്യൽ ഉമ്മിയ്യല്ലദീ യജിദൂനഹു മക്തൂബ ഇൻദഹും ഫിത്തൗറാത്തി വൽ ഇൻജീൽ യഅമുറുഹും ബിൽ മഅറൂഫി വയൻഹാഹും അനിൽ മുൻകർ വയുഹില്ലു ലഹുമുത് ത്വയ്യിബ വയുഹർരിമു അലൈഹിമുൽ ഖബായിസ വയളഉ അൻഹും ഇസ്റഹും വല്ലഅലാല അല്ലതി കാനത് അലൈഹിം ഫല്ലദീന ആമനു ബിഹി വഅസ്റൂഹു വനസറൂഹു വത്തബഉ അൻ-നൂറ അല്ലദി ഉൻസില മഅഹ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ഖുർആനിലെ 7-ാം അധ്യായം സൂറത്ത് അറാഫ് 157-ാമത്തെ വചനമാണ്. തൗറാത്തിലും ഇൻജീലിലും പേര് പറയപ്പെട്ട ഒരു പ്രവാചകൻ, തൗറാത്തിൽ ഇൻജീലിൽ ആ പ്രവാചകന്റെ പേര് പറഞ്ഞു. നിരക്ഷരനായ ആ പ്രവാചകൻ, അക്ഷരജ്ഞാനമില്ലാത്ത ആ പ്രവാചകൻ യഅമുറുഹും ബിൽ മഅറൂഫ് വയൻഹാഹും അനിൽ മുൻകർ, എല്ലാ നന്മയും കൽപ്പിച്ചു, എല്ലാ തിന്മയും വിരോധിച്ചു. യുഹില്ലു ലഹുമുത് ത്വയ്യിബ വയുഹർരിമു അലൈഹിമുൽ ഖബായിസ, എല്ലാ ചീത്ത വസ്തുക്കളും നിരോധിച്ചു, എല്ലാ നല്ല പാനീയങ്ങളും അനുവദിച്ചു, എല്ലാ ചീത്ത ഭക്ഷണങ്ങളും നിരോധിച്ചു, എല്ലാ നല്ല കാര്യങ്ങളും, മ്ലേച്ഛമല്ലാത്ത എല്ലാ നല്ല കാര്യങ്ങളും. അതാണ് ഇസ്ലാം. വല്ല ഇലാലല്ലത്തി കാനത്ത് അലൈ, പൗരോഹിത്യം നിങ്ങളുടെ മേൽ ചാർത്തിയ ചങ്ങലക്കെട്ടുകളെ അവൻ ഇല്ലാതാക്കി. സഹോദരങ്ങളെ, ഇസ്ലാം ലോകത്തിന്റെ മുമ്പിൽ വെച്ച എല്ലാം നന്മയാണ്. ഉദാഹരണം, തുടക്കത്തിൽ തന്നെ ഞാൻ ഉദ്ദേശിച്ച കാര്യത്തിലേക്ക് കടക്കട്ടെ. ദൈവസങ്കല്പം, ഇസ്ലാമിന്റെ ദൈവസങ്കല്പം മാനവികതക്ക് ഗുണമാണോ ദോഷമാണോ? മനുഷ്യരെന്ന് വിശ്വസിക്കുന്ന ദൈവവിശ്വാസം ദോഷമാണോ ഗുണമാണോ? വളരെ ഗൗരവമായ ചർച്ചയാണ്. മതം മുന്നോട്ട് വെക്കുന്ന, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ദൈവസങ്കല്പവും ഇതര ദർശനങ്ങൾ മുന്നോട്ട് വെക്കുന്ന ദൈവസങ്കല്പവും തമ്മിൽ ഏത് നിലവാരമുള്ളത് എന്ന് പരിശോധിക്കാൻ. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ദൈവം ആരാണ്? മഹാനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം റാംസസ് രണ്ടാമന്റെ കൊട്ടാരത്തിൽ ചെന്നു. ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കണം. റാംസസ് രണ്ടാമന്റെ കൊട്ടാരത്തിൽ മോസസ് പ്രവാചകൻ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു ചെന്നു. മൂസാ നബി കടന്നു ചെന്ന് ഫിറൗനിനോട് പറഞ്ഞു, ഇന്നാ റസൂലു റബ്ബിൽ ആലമീൻ, ഞങ്ങൾ ലോകൈകനാഥന്റെ പ്രവാചകന്മാരാണ്. ലോകൈകനാഥന്റെ പ്രവാചകന്മാരാണ്. ഫിറൗനിന്റെ ചോദ്യം ശരിക്ക് ശ്രദ്ധിക്കണം. ഹൈന്ദവരും ക്രൈസ്തവരും മുസ്ലിങ്ങളും ദൈവവിശ്വാസികൾ എന്ന് പറയുന്ന എല്ലാ ആളുകളും ശ്രദ്ധിക്കണം. മൂസാ നബിയുടെ മറുപടി, റബ്ബുസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമാ വമാ തഹ്തസ്സറ. റബ്ബുസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമാ ഇൻ കുൻതും മുഖിനീൻ. സൂറത്ത് ശുഅറാ 26-ാം അധ്യായം 23 മുതൽ 26 വരെയുള്ള സൂക്തം. ഫിറൗനിന്റെ ചോദ്യം, നീ പരിചയപ്പെടുത്തുന്ന ദൈവം ആരാണ്? ഫിറൗനിനൊരു വാദമുണ്ടായിരുന്നു. എന്താ വാദം? ഫഖാല അന റബ്ബുക്കുമുൽ അഅ്ലാ. ഫഖാല അന റബ്ബുക്കുമുൽ അഅ്ലാ, ഞാനാണ് പരമോന്നതനായ റബ്ബ് എന്ന് ഫിറൗൻ പറഞ്ഞു. ഞാനാണ് പരമോന്നതനായ റബ്ബ് എന്ന് ഫിറൗൻ പറഞ്ഞു. ഫിറൗനിനതിനെ വാദമുണ്ടായിരുന്നു. ഫിറൗനിന്റെ മുമ്പിലൂടെ ഒഴുകിപ്പോകുന്ന നദി, ആ ഭൂപ്രദേശം, അതൊക്കെ ഫിറൗനിന്റെ അണ്ടറിലായിരുന്നു. അപ്പോ ഞാൻ റബ്ബാണ്, ദൈവമാണ് എന്ന് പറഞ്ഞിരുന്ന ഫിറൗനിനോട് മൂസാ നബിയുടെ മറുപടി, ഫിറൗൻ,
ഞാൻ നിന്നെ പരിചയപ്പെടുത്തുന്ന ദൈവം നിന്നെയും എന്നെയും നീ ബൗണ്ടറി കെട്ടി നിർത്തിയിരിക്കുന്ന ഭൂമിയെയും ആകാശത്തെയും ഭൂമിയെയും അതിനിടയിലുള്ളതിനെയും എല്ലാം സൃഷ്ടിച്ച ഈ മഹാപ്രപഞ്ചത്തിന്റെ തമ്പുരാനെയാണ് ഞാൻ ദൈവം എന്ന് പറയുന്നത്. നമ്മളോ കാസർഗോഡിന്റെ ദൈവം, തിരുവനന്തപുരത്തിന്റെ ദൈവം, കരുനാഗപ്പള്ളിയുടെ ദൈവം, പുട്ടപ്പർത്തിയിലെ ദൈവം, ബാംഗ്ലൂരെ ദൈവം, ഗുരുവായൂരെ ദൈവം, ഉള്ളാളത്തെ ദൈവം, ഭീമാപ്പള്ളിയിലെ ദൈവം, ഏർവാടിയിലെ ദൈവം, അങ്ങനെ കുറെ ദൈവങ്ങൾ. ഇസ്ലാം പറഞ്ഞത് ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും ജൈനനെയും ബൗദ്ധനെയും സിഖുകാരനെയും മതമുള്ളവനെയും ഇല്ലാത്തവനെയും കൃമികീടങ്ങളെയും വട്ടമിട്ട് പറക്കുന്ന പറവകളെയും എല്ലാം സൃഷ്ടിച്ച ബ്രഹ്മാണ്ടത്തിന്റെ തമ്പുരാൻ. അതിന്റെ മുമ്പിൽ ബാക്കി എല്ലാ ദൈവവിശ്വാസവും കരിഞ്ഞ് ഇല്ലാതായി. ഇസ്ലാം പറയുന്നത് ഇവിടെ മനുഷ്യരെത്രയുണ്ടോ അവരൊക്കെ സൃഷ്ടിച്ച ദൈവം. ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെയുണ്ടോ അതിന്റെയൊക്കെ സൃഷ്ടാവ്. അത് ശരിയല്ല, അതൊരു നന്മയല്ല എന്ന് വിവരമുള്ള ആര് പറയും ഈ ദുനിയാവിൽ? ആർക്ക് പറയാൻ കഴിയും? ഇനി ഒരാൾ വിശ്വസിക്കുന്നു ശ്രീരാമൻ ദൈവമാണ്, മൊഹീദ്ദീൻ ഷെയ്ഖ് ദൈവമാണ്, ഒരാൾ വിശ്വസിക്കുന്നു എന്ന് വിചാരിക്കുക. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൈവമാണ് എന്നൊരാൾ വിശ്വസിക്കുന്നു വിചാരിക്കുക. ദേവകിയുടെ പുത്രനായ ശ്രീകൃഷ്ണൻ ദൈവമാണ് എന്നൊരാൾ വിശ്വസിക്കുന്നു എന്ന് വിചാരിക്കുക. മറിയമിന്റെ പുത്രൻ യേശുക്രിസ്തു ദൈവമാണ് എന്നൊരാൾ വിശ്വസിക്കുന്നു എന്ന് വിചാരിക്കുക. അവരോടെല്ലാം ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യം വളരെ വ്യക്തമായി നിങ്ങൾ ശ്രദ്ധിക്കണം. യേശുക്രിസ്തു ലോകത്തിന്റെ രക്ഷകൻ എന്ന് പറയുന്ന ഒരാളോട് ചോദിക്കാൻ, യേശുക്രിസ്തുവിന് മുമ്പ് ലോകമുണ്ടോ? ഇല്ല എന്ന് പറയാൻ പറ്റുമോ? യേശുക്രിസ്തുവിന് മുമ്പ് ആകാശമുണ്ടോ? ഉണ്ട്. ഭൂമിയുണ്ടോ? ഉണ്ട്. സമുദ്രമുണ്ടോ? ഉണ്ട്. മനുഷ്യരുണ്ടായിരുന്നോ? അതെ. ദേവാലയങ്ങൾ ഉണ്ടായിരുന്നോ? അതെ. ദൈവവിശ്വാസം ഉണ്ടായിരുന്നോ? അതെ. ആ ദൈവം ഏതായിരുന്നു? കം ടു ദ പോയിന്റ്. ആ ദൈവം ഏതായിരുന്നു? ചോദ്യം വന്നു, മറുപടി ഇല്ല. അത് എന്തിനാ ഇപ്പൊ ഇങ്ങനെ മെനക്കെടുന്നത്? യേശുക്രിസ്തുവിന്റെ പടച്ചോണ്ട് എന്ന് വിശ്വസിച്ചോ? എന്നാ പിന്നെ ചോദ്യത്തിന് മറുപടി. ഞങ്ങൾക്ക് ആർക്ക് മുസ്ലിങ്ങൾക്ക്, മുജാഹിദുകൾക്ക് ഒരാളുടെ മുമ്പിൽ ഒരു ചോദ്യത്തിന്റെ മുമ്പിൽ തലകുനിക്കേണ്ടി വന്നിട്ടില്ല ഒരു കാലത്തും. എന്തുകൊണ്ട്? സാക്ഷാൽ ദൈവീക മതത്തെ സമ്പൂർണമായി സ്വീകരിക്കാൻ സന്മനസ്സുള്ളവരാണ് ഈ പ്രസ്ഥാനം. ആരുടെ മുമ്പിലും ഞങ്ങൾക്ക്. കാരണം ഇപ്പൊ മൊയ്തീൻ ഷെയ്ഖെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളോട് നമ്മൾ ചോദിക്കാം, നീ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? എനിക്ക് ക്യാൻസറാ, അത് മാറ്റിക്കിട്ടാൻ അള്ളാന്റെ ഔലിയായ മൊയ്തീൻ ഷെയ്ഖിനോട് പ്രാർത്ഥിക്കാം. ശരി, മൊയ്തീൻ ഷെയ്ഖിന് മുമ്പ് ജീവിച്ച മനുഷ്യന് ക്യാൻസർ ഇല്ലായിരുന്നോ? ഉണ്ട്. അതാരാ മാറ്റി? അതിപ്പോ കഥയെ ചോദ്യമൊന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറഞ്ഞാൽ ജനം വിടൂല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് വരുമ്പോ അദ്ദേഹം ഒരു വാചകം ഓതി കൊടുത്തു. മുസ്ലിങ്ങൾക്ക് അത് പരിചയമല്ല പലർക്കും. കേട്ടോളി, എന്താ അത്? മനസ്സിലാക്കിക്കോളൂ. യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, മുസ്ലിങ്ങളെ എന്നല്ല, പാശ്ചാത്യരെ, പൗരസ്ത്യരെ, അറബികളെ, അനറബികളെ എന്നല്ല. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, വഅബ്ദു, നിങ്ങൾ ഇബാദത്ത് ചെയ്യുക, ആരാധിക്കുക, അവിസുകൾ അർപ്പിക്കുക, പ്രാർത്ഥനാ പ്രണാമങ്ങൾ സമർപ്പിക്കുക. എങ്ങനെയുള്ളവൻ? അല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ചവനായ സൃഷ്ടാവിന്റെ മുമ്പിൽ, വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവരെയും, മുഹമ്മദ് നബിയെയും മുഹമ്മദ് നബി ഉൾക്കൊള്ളുന്ന സമൂഹത്തെയും അതിനു മുമ്പുള്ളവരെയും സൃഷ്ടിച്ച പ്രപഞ്ചത്തിന്റെ, ബ്രഹ്മാണ്ടത്തിന്റെ അളവറ്റ ദയാപരനായ, അത്യപാരമായ ശുദ്ധിയുടെ അദ്വിതീയനായ, അപ്രാപ്യനായ, പ്രപഞ്ചാതീതനായ, അളവറ്റ കാരുണ്യത്തിന്റെ കേളീകേന്ദ്രമായ പടച്ച തമ്പുരാനെ ആരാധിക്കണം, നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും. ഭൂമുഖത്ത് 633 കോടി ജനങ്ങളും ഈ 633 കോടി ജനങ്ങളുടെ മുമ്പ് ജീവിച്ച ക്രൈസ്തവൻ, ഹൈന്ദവൻ, മുസൽമാൻ, ലോകത്ത് മതമുള്ളവൻ, ഇല്ലാത്തവൻ, അവരെയൊക്കെ ആരാ പടച്ചത്?
കാനനിൽ ഗർജിക്കുന്ന സിംഹം, അതിനാരാ പടച്ചത്? ആരാ പഠിച്ചത്? സീബ്ര, ആരാ അതിനെ പടച്ചത്? കൊതുക്, ആരാ അതിനെ പടച്ചത്? ആ സിട്ടാവാണ് ഇസ്ലാം പരിചയപ്പെടുത്തുന്ന അല്ലാഹു. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار إن في خلق السماوات والأرض ആകാശഭൂമിയുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകളുടെ വ്യതിയാനങ്ങളിലും ലആയാതിൻ ലിഉലിൽ അൽബാബ് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. അപ്പോ ഒരു ചോദ്യം, എന്താ ചോദ്യം? യേശുക്രിസ്തു ഈ ഭൂമുഖത്ത് വരുന്നതിന് മുമ്പ് ആകാശല്ലേ? ഉണ്ട്. ഭൂമിയില്ലേ? ഉണ്ട്. രാവുണ്ടായിരുന്നില്ലേ? ഉണ്ട്. പകലുണ്ടായിരുന്നില്ലേ? ഉണ്ട്. ആരാ അതിനെ നിയന്ത്രിച്ചത്? യേശുക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് മറിയം ബീവി ഇല്ലേ? ഉണ്ട്. മറിയം ബീവി എങ്ങനെ വളർന്നത്? എങ്ങനെ വെള്ളം കുടിച്ചത്? എങ്ങനെ വായു ശ്വസിച്ചത്? ആരാ അത് കൊടുത്തത്? ശ്രീരാമൻ. ദശരഥ മഹാരാജാവിന്റെ പുത്രനായിരുന്നു ശ്രീരാമൻ. പുത്രകാമേഷ്ടി യാഗം നടത്തി. യാഗത്തിന്റെ അന്തിമഘട്ടത്തിൽ ശൃംഗമുനി പായസാന്നം നൽകി. എന്നിട്ട് കൈകേയി, കൗസല്യ, സുമിത്ര ഇവർ 3 പേരും കഴിച്ചു. ഗർഭം ധരിച്ചു. 4 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി. ശ്രീരാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ, 4 ആളുകൾ. കൗസല്യയുടെ പുത്രനായിരുന്നു ശ്രീരാമൻ. കൗസല്യയുടെ പുത്രനായി ശ്രീരാമൻ ജനിക്കുമ്പോ ദശരഥ മഹാരാജാവ് ഉണ്ടോ? ഉണ്ട്. ഉണ്ടെങ്കിൽ എവിടെയാ താമസിച്ചത്? ഭൂമിയിൽ. ഓഹോ, ആ ഭൂമി ആരാ പടച്ചത്? വെള്ളം കുടിച്ചിരുന്നോ? സമുദ്രങ്ങൾ ഉണ്ടായിരുന്നോ? ആറുകൾ ഉണ്ടായിരുന്നോ? കാനനമുണ്ടോ? അതെ, ഇതൊക്കെ ഉണ്ടായിരുന്നു. എങ്കിൽ അതിനെ ആരാ പടച്ചത്? കൈകേയിയെ, സുമിത്രയെ ആരാ പടച്ചത്? ആ പടച്ചവനെ പടച്ചോൻ എന്ന് വിളിക്കുന്നതല്ലേ ബുദ്ധി. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു, ലാ തസ്ജുദു ലിശംസി വലാ ലിൽ ഖമർ ലാ തസ്ജുദു ലിശംസി വലാ ലിൽ ഖമരി വസ്ജുദു ലില്ലാഹി അല്ലദീ ഖലഖഹുൻ ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ. ഖുർആനിലെ 41-ാം അധ്യായം സൂറത്ത് ഫസ്സിലത്ത് ഹാമീൻ സജദ 37-ാമത്തെ വചനം. എന്താ? ലാ തസ്ജുദു ലിശംസി വലാ ലിൽ ഖമർ. സൂര്യനെ നിങ്ങൾ സാഷ്ടാംഗം പ്രണമിക്കരുത്. ചന്ദ്രനെ നിങ്ങൾ സാഷ്ടാംഗം പ്രണമിക്കരുത്. വസ്ജുദൂ ലില്ലാഹി അല്ലദീ ഖലഖഹുൻ. അതിനെ സൃഷ്ടിച്ചൊരു സൃഷ്ടാവുണ്ട്, സൂര്യൻ. അതിന്റെ വലിപ്പം എത്രേ? 13 ലക്ഷം ഭൂമി കൊണ്ടുപോയി സൂര്യനിൽ വെക്കാം. എത്രേ? 13 ലക്ഷം ഭൂമി സൂര്യനിൽ കൊണ്ടുപോയി വെക്കാം. ആ സൂര്യന്റെ 10 ഇരട്ടി വലുപ്പമുള്ള നക്ഷത്രമുണ്ട് ഈ സൗരയൂഥത്തിൽ, ആകാശഗംഗയിൽ, മിൽക്കി വേ എന്ന് പറയുന്ന ഈ മഹാമണ്ഡലത്തിൽ. സബ്അ സമാവാതിൻ തിബാക വജഅലൽ ഖമറ ഫീഹിന്ന നൂറ വജഅല ശംസ സിറാജ വജഅലൽ ഖമറ ഫീഹിന്ന നൂറൻ വജഅല ശംസ സിറാജ. സൂര്യനെ ഒരു വിളക്കാക്കി തന്നവൻ, ചന്ദ്രനെ ഒരു പ്രകാശമാക്കിയവൻ. സൂര്യന്റെ പഴക്കം എത്രേ? ചന്ദ്രന്റെ പഴക്കം എത്രേ? സൂര്യനും ചന്ദ്രനും ഭൂമിയും ആകാശവും ഗോളങ്ങളും ക്ഷീരപഥങ്ങളും കാനനങ്ങളും സമുദ്രങ്ങളും ലോകത്തിലെ ഏകകോശ ജീവിയായ ഹമീബ മുതൽ ബഹുകോശ ജീവിയായ നീലത്തിമിംഗലം വരെയുള്ള ഈ ബ്രഹ്മാണ്ടത്തെ പടച്ചിട്ട് അവസാനമാണ് മനുഷ്യനെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത്. വഇദ് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ ഖാലു അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ വനഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക് ഖാല ഇന്നി അഅലമു മാ ലാ തഅലമൂൻ. മലക്കുകളെ വിളിച്ചിട്ട് ദൈവം പറഞ്ഞു, ഭൂമിയിലേക്ക് ഞാൻ മനുഷ്യരെ സൃഷ്ടിക്കാൻ പോകുന്നു. ഭൂമിയിലേക്ക്. അപ്പൊ മനുഷ്യവാസം ഉണ്ടാകുന്നതിന് മുമ്പ് ഈ ഭൂമിയുണ്ട്, ആ പടച്ചോൻ. ഇനി ശ്രീകൃഷ്ണൻ ദേവകിയുടെ 8ാമത്തെ പുത്രനായിരുന്നു. ശ്രീകൃഷ്ണൻ ദേവകിയുടെ 8ാമത്തെ പുത്രനായിരുന്നു. അതിന്റെ അർത്ഥം
ദേവകി അതിനു മുമ്പ് 7 പ്രസവിച്ചു എന്നർത്ഥം. ശരി, ആ 7 കുഞ്ഞുങ്ങളെ ഗർഭപാത്രത്തിൽ ചുമന്ന ദേവകിയെ പടച്ചതാരാ? ആ കുഞ്ഞുങ്ങൾക്ക് സിട്ടി നൽകിയതാരാ? സുമ്മ ഖലഖന നുത്ഫത അലഖ ഫഖലഖന അലഖത മുളഅ ഫഖലഖന മുളഅത ഇലാമ ഫകസൗന ഇലാമ ലഹ്മ ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين ثم إنكم بعد ذلك لميتون ثم إنكم يوم القيامة تبعثون. അത്ഭുതം, വിപ്ലവം, മഹാശ്ചര്യം അല്ലേ? അള്ളാഹുവിന്റെ ഗ്രന്ഥം ആശ്ചര്യകരം തന്നെ. അജായിബുൽ ഖൽഖ്, സൃഷ്ടികളുടെ അത്ഭുതങ്ങൾ, സൃഷ്ടാവിന്റെ വൈഭവങ്ങൾ. ഖുർആനിലെ 23-ാം അധ്യായം സൂറത്ത് മുഅ്മിനൂൻ 12 മുതൽ 16 വരെയുള്ള സൂക്തം. ഇന്ദ്രിയത്തുള്ളിയായി ആ ഇന്ദ്രിയത്തുള്ളിയെ രക്തപിണ്ഡമാക്കി, ആ രക്തപിണ്ഡത്തെ മാംസപിണ്ഡമാക്കി, ആ മാംസപിണ്ഡത്തെ അസ്ഥിക്കൂടം കൊണ്ട് പൊതിഞ്ഞ് ഒരു നല്ല സൃഷ്ടിയായിട്ട് സുമ്മ ഖലഖനൻ നുത്ഫത അലഖ ഫഖലഖനൽ അലഖത മുളഅ ഫഖലഖനൽ മുളഅത ഇലാമ ഫകസൗനൽ ഇലാമ ലഹ്മ. അങ്ങനെ സൃഷ്ടിച്ച് അല്ലേ? ദേവകിയുടെ ഗർഭപാത്രത്തിൽ, കൗസല്യയുടെ ഗർഭപാത്രത്തിൽ, ആമിനയുടെ ഗർഭപാത്രത്തിൽ ഈ മനുഷ്യരെയൊക്കെ സൃഷ്ടിച്ച പ്രപഞ്ചത്തിന്റെ നാഥൻ അല്ലേ? വേദങ്ങൾ അങ്ങനെ ഒരു ദൈവത്തെ പരിചയപ്പെടുത്തി അല്ലേ? അതെ, ആ ദൈവത്തെ അംഗീകരിക്കുന്നിടത്താണ് നന്മ. ആ ദൈവത്തെ അംഗീകരിച്ചാലോ ചൂഷണില്ല. ദൈവത്തിന് പണം വേണ്ട, ദൈവത്തിന് മെഴുകുതിരി വേണ്ട, ദൈവത്തിന് കാണിക്ക വേണ്ട, വേണ്ട, ദൈവത്തിന് വേണ്ട അല്ലേ? ബലിപെരുന്നാളിന് നാം മൃഗങ്ങളെ അറുക്കുന്നു, ഉരുവിനെ അറുക്കുന്നു. അതിനെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നത് ദൈവത്തിന് നിങ്ങളുടെ രക്തവും ആവശ്യമില്ല, നിങ്ങളുടെ മാംസവും ആവശ്യമില്ല. വലാകിൻ യനാലുഹു തഖ്വ മിൻകും, അത് സമർപ്പിക്കുക വഴി നിങ്ങളുടെ ഹൃദയത്തിലെ ഭക്തി, അതാണ് ദൈവത്തിന് ആവശ്യം. യേശുക്രിസ്തുവിന്റെ പേരിൽ, വൈദീൻ ശൈഖിന്റെ പേരിൽ ഇല്ല, അള്ളാഹുവിന്റെ പേരിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അളവറ്റ ദയാപരനായ അള്ളാഹുവിന്റെ നാമത്തിൽ ഖലഖസ് സമാവാതി ബിഗൈരി അമദിൻ തറൗനഹാ വഅൽഖാ ഫിൽ അർളി റവാസി അൻ തമീദ ബികും വബസ്സ ഫീഹാ മിൻ കുല്ലി ദാബത്തിൻ വഅൻസൽനാ മിനസ് സമാഇ മാഅ ഫഅംബത്നാ ഫീഹാ മിൻ കുല്ലി സൗജിൻ കരീം ഹാദാ ഖൽഖുല്ലാഹ് ഫഅറൂനി മാദാ ഖലഖൽ ലദീന മിൻ ദൂനിഹി ബലിൽ ളാലിമൂന ഫീ ളലാലിൻ മുബീൻ. എന്താ പദം? ഖുർആനിലെ 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാൻ 10-11 വചനങ്ങൾ. നിങ്ങളുടെ കണ്ണുകളെ കൊണ്ട് കാണാൻ കഴിയാത്ത തൂണുകളാൽ ആകാശത്തെ നാട്ടി നിർത്തിയവൻ, ആകാശത്തെ നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത തൂണുകളാൽ നാട്ടി നിർത്തിയവൻ, അവനാണ് നിങ്ങളുടെ പടച്ചവൻ അല്ലാഹു, നിങ്ങളുടെ റബ്ബ്. ആ റബ്ബിനെ അറിയുക. ഹാദാ ഖൽഖുല്ലാഹ്, ഇതൊക്കെ അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. ഫഅറൂനി, നിങ്ങൾ എനിക്ക് കാണിച്ചതാ. മാദാ ഖലഖൽ ലദീന മിൻ ദൂനിഹി, ദൈവത്തിന് പുറമെ ദൈവേതരർ നിർമ്മിച്ച വല്ലതിനെയും നിങ്ങൾ എനിക്കൊന്ന് കാണിച്ചതാ എന്ന് അല്ലേ? അതുകൊണ്ട് തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത തൽപ്രസാദാത് പരം ശാന്തി സ്ഥാനം പ്രാപ്സ്യസി ശാശ്വതം. ശാശ്വതമായ നിതാന്തമായ സ്വർഗത്തിലെത്താനുള്ള ഒരേ ഒരു വഴി ഏകദൈവത്തെ ആരാധിക്കലാണ്. ശ്രീമദ് ഭഗവത്ഗീത 18-ാം അധ്യായം 62-ാമത്തെ ശ്ലോകമാണ്. ത്വമേകം ശരണ്യം ത്വമേകം വരണ്യം ത്വമേകം ജഗത്കാരണം വിശ്വരൂപം ത്വമേകം ജഗത്കർത്തൃ പാതൃപ്രകർത്തൃ ത്വമേകം പരം നിശ്ചലം നിർവികൽപം. ത്വമേകം ശരണ്യം ത്വമേകം വരണ്യം ത്വമേകം ജഗത്കാരണം വിശ്വരൂപം. ഈ മഹാവിശ്വത്തെ, ഈ മഹാബ്രഹ്മാണ്ടത്തെ സൃഷ്ടിച്ചവൻ, അവന്റെ മുമ്പിലാണ് പ്രാർത്ഥിക്കേണ്ടത്, കല്ലിന്റെ മുമ്പിലല്ല. കല്ലിന്റെ മുമ്പിലല്ല. കല്ലും മുള്ളും മുരടും മൂർക്കൻ പാമ്പും കാഞ്ഞിരക്കുറ്റിയും ആൽത്തറകളും മക്ബറകളും ജാറങ്ങളും പുണ്യപുഷ്പങ്ങളും മണ്ഡപങ്ങളും ശ്രീകോവിലുകളും ആൽത്താരകളും ബീവിമാരും ദേവിമാരും
ഇവരൊന്നും ആരാധിക്കപ്പെട്ടുകൂടാ എന്ന് ഇസ്ലാം, എന്ന് ദൈവീക മതം ലോകത്തിന്റെ മുമ്പിൽ പഠിപ്പിക്കുന്നു. അവിജാനന്തി മാമൂഢമാനുഷീതനുമാശ്രിതം പരംഭാവമജാനന്ദോ മമഭൂതമഹേശ്വരം അവ്യക്തം വ്യക്തുമാപന്യം മാന്യന്തേ മാവബുദ്ധയ പരംഭാവമജാനന്ദോ മാമാഭേയമനുത്തമം. ഗീതയിലെ 9-ാം അധ്യായം രാജഗുഹയോഗം, അവിടെ പറയുന്നത് അറിയോ? ദൈവം കൊടയും വടിയും ചൂടി വ്യക്തികളെ പ്രാപിച്ചു വരില്ല, അതവന്റെ യോഗ്യതക്ക് ചേർന്നതല്ല. അതുകൊണ്ട് സൃഷ്ടിസ്തുതി ലയ സംഹാരമൂർത്തിയായ സർവേശ്വരന്റെ പരമഭാവത്തെ അറിയാത്തവൻ മൂഢനാണ്. ഇത് വേദം മനുഷ്യനെ പഠിപ്പിക്കും. ഋഗ്വേദം, സാമവേദം, അഥർവവേദം, യജുർവേദം, 108 സുപ്രധാനമായ ഉപനിഷത്തുക്കൾ, അതിലേറെ ശ്രദ്ധേയമായ ദശോപനിഷത്ത്, മുണ്ടകോപനിഷത്ത്, കഠോപനിഷത്ത്, കേനോപനിഷത്ത്, ഈശാവാശോപനിഷത്ത്, ഛന്ദോക്യോപനിഷത്ത്, ബൃഹദാരണ്യകോപനിഷത്ത്, ഈശാവാശോപനിഷത്ത്, എത്ര 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 ഉപനിഷത്തുക്കൾ. അതിൽ കേനോപനിഷത്തിൽ മഹത്തായ ഒരു ശ്ലോകമുണ്ട്. അത് തുടങ്ങുന്നത് എങ്ങനെയാണ്? യക്ഷുഷാന പശ്യതി യേന ചക്ഷംസി പശ്യതി തദേവ ബ്രഹ്മത്വം വിദ്യുനേദം യദിദമുപാസതേ യസ്സോത്രേണ ന ശൃണോതി സോത്രമിദം ശ്രുതം തദേവ ബ്രഹ്മത്വം വിദ്യുനേദം യദിദമുപാസതേ യസ്സോത്രേണ ന ശൃണോതി സോത്രമിദം ശ്രുതം തദേവ ബ്രഹ്മത്വം വിദ്യുനേദം യദിദമുപാസതേ യക്ഷുഷാന പശ്യതി യേന ചക്ഷംസി പശ്യതി തദേവ ബ്രഹ്മത്വം വിദ്യുനേദം യദിദമുപാസതേ. അതിന്റെ അർത്ഥം തന്നെ എന്താണെന്നറിയോ? ഏതൊന്നാണോ നിങ്ങളുടെ കണ്ണിന് ദർശനം നൽകിയത്, ഏതൊന്ന് നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണുന്നില്ലയോ അവന് ബ്രഹ്മമെന്നറിഞ്ഞാലും. അപ്പോ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത, ബൈബിളിൽ കാണാം, ആ ദൈവത്തെ ഒരു നാളും ഒരാളും കണ്ടിട്ടില്ല. ലാ തുദ്രികുഹുൽ അബ്സാർ, വിശുദ്ധ ഖുർആൻ സൂറത്ത് അൻആം. ആ ദൈവത്തെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. എന്താ ഇഹ്സാൻ? അൻ തഅബുദ റബ്ബക കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. നീ അല്ലാഹുവിനെ കാണുന്നില്ലെങ്കിലും അല്ലാഹു നിന്നെ കാണുന്നു എന്ന ബോധത്തോടെ നീ അല്ലാഹുവിനെ ആരാധിക്കുക. പ്രൗഢം, ഗംഭീരം, ആ സിട്ടാവിനെ, ലോകൈകനാഥനെ, കണ്ണിന്റെ കട്ടുനോട്ടം അറിയുന്ന ബ്രഹ്മാണ്ടത്തിന്റെ തമ്പുരാനെ. വലഖദ് ഖലഖനൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സ് വനഹനു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. ജീവനാഡിയേക്കാളും അടുത്ത പാതിരാത്രിയിൽ കറുത്ത കരിമ്പാറക്കടിയിലൂടെ അരിച്ചു നീങ്ങുന്ന കറുത്ത ഉറുമ്പിന്റെ കറുത്ത കാലടിപ്പാടുകൾ പോലും വ്യക്തമായും സൂക്ഷ്മമായും അറിയുന്ന സർവാധിനാഥനായ പടച്ചവനെ ആരാധിക്കുക. ഖുർആനിലെ 50-ാം അധ്യായം സൂറത്ത് ഖാഫ് 16-ാമത്തെ വചനമാണ്. ശരി, അങ്ങനെയുള്ള ഒരു സിട്ടാവിനെ അറിഞ്ഞാൽ, സിട്ടാവിനെ മനസ്സിലാക്കിയാൽ, സിട്ടാവിനെ ഉൾക്കൊണ്ടാൽ പിന്നെ ഈ ലോകത്ത് പ്രശ്നമില്ല. ബാല, ജോസഫേ, സാറാമ്മേ, ആയിഷക്കുട്ടി, എടോ സഹോദര, നമ്മുടേതാണ് ഈ പ്രപഞ്ചം, ഈ ലോകം, ഈ ലോകത്തെ പടച്ച ഏകദൈവം, ഈ ലോകത്തിനൊരു ഏക മതം, ഈ ലോകത്ത് മനുഷ്യന്റെ ഒരു ഐക്യം. ബാന്ധവാ മാനവാ സർവേ സ്വദേശാ ഭുവനത്രയം. ബാന്ധവാ മാനവാ സർവേ സ്വദേശാ ഭുവനത്രയം. ഓ മനുഷ്യരെ, നിങ്ങളൊരു കുടുംബത്തിലെ അംഗങ്ങളാണ്. സർവേ സ്വദേശാ ഭുവനത്രയം. ലോകമാണ് തറവാട്. വസുദൈവ കുടുംബകം. അല്ലേ? സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃദ്ധി തേടുന്നു. സ്നേഹമാണ് അഖിലസാരമൂഴിയിൽ. സ്നേഹിക്ക ഉണ്ണീ നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും. സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃദ്ധി തേടുന്നു. സ്നേഹമാണ് അഖിലസാരമൂഴിയിൽ. സ്നേഹിക്ക ഉണ്ണി നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും. സ്നേഹത്തിൽ നിന്നാണ് ലോകം ഉദിക്കുന്നത്, സ്നേഹത്താൽ തന്നെയാണ് ലോകം വളരുന്നത്. അല്ലേ? എന്നിട്ടോ സ്നേഹിക്ക ഉണ്ണി
നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും ഇങ്ങോട്ട് ദ്രോഹിക്കുന്നവരെ, ഇങ്ങോട്ട് ചീത്ത വിളിക്കുന്നവരെ, ഇങ്ങോട്ട് ആക്രമിക്കുന്നവരെ അങ്ങോട്ട് സ്നേഹിക്കാൻ, വിശാലമായ സ്നേഹത്തിന്റെ, ആർദ്രതയുടെ, അലിവിന്റെ, അനുകമ്പയുടെ, സഹാനുഭൂതിയുടെ, സഹവർത്തിത്വത്തിന്റെ പുതിയ ലോകം പടുക്കാൻ ഇസ്ലാമിന്റെ സമാധാനപ്രിയരായ യുവാക്കളുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടിയാണ് പ്രിയ സഹോദര, പ്രിയ സഹോദരി, നാട്ടുകാരെ, പ്രിയമുള്ള വിവിധ മതക്കാരെ, ഈ മതം മനുഷ്യ നന്മക്ക് എന്ന വിഷയം ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇനി ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഭാഗം സമാധാനം. എവിടെയും സമാധാനം. വീട് വീടിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? അറബിയിൽ വീടിന് മസ്കൻ എന്നാ പറയാ. മസ്കൻ എന്ന് പറഞ്ഞാൽ ശാന്തിഗ്രഹം. റസൂല് പറയാണ് അൽ മർഅതു സ്വാലിഹ, അൽ മസ്കനു സ്വാലിഹ്, അൽ മക്തബു സ്വാലിഹ്. അല്ല, ആ പ്രവാചകന്റെ വചനം, ഓരോ വചനങ്ങളിലും പ്രവാചകൻ പറയാണ്, ഒന്ന് നല്ലൊരു സ്ത്രീ, നല്ല ഭവനം, ശാന്തമായ ഭവനം. മസ്കൻ എന്ന് പറഞ്ഞാൽ ശാന്തിഗ്രഹം എന്നാ. വീട് ശാന്തിയുടെ കേന്ദ്രമാണ്. വീടിന്റെ ഗേറ്റിൽ ശാന്തിഗ്രഹം എഴുതിയിട്ട് ഗ്ലാസ് പൊട്ടുണ്ടാവും, കുട്ടു പോകും. എന്താ? എന്നും ചവിട്ടും കുത്തുക. ലേ ഖുർആൻ പറയണെന്നറിയോ? വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യതഫക്കറൂൻ. ദൈവത്തിന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ്. നിങ്ങളെ ഇണകളായി സൃഷ്ടിച്ചു, എന്നിട്ട് ലിതസ്കുനു ഇലൈഹാ, ഭാര്യ ഭർത്താവിലേക്ക്, ഭർത്താവ് ഭാര്യയിലേക്ക് സമാധാനമടയാൻ. നിനക്കവള് ശാന്തിയാണ്. ആര്? ഭാര്യ. അപ്പൊ ദാമ്പത്യം സമാധാനം, കച്ചവടം സമാധാനം, ജീവിതം സമാധാനം. ഇനി ഇസ്ലാം മനുഷ്യരെ ക്ഷണിക്കുന്നതോ അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം ഹയ്യിനാ റബ്ബനാ ബിസ്സലാം വഅദ്ഖിൽനാ ദാറുസ്സലാം. രക്ഷ അത് അല്ലാഹുവിൽ നിന്നാണ്. അവങ്കലേക്കാണ് രക്ഷയുടെ മടക്കം, രക്ഷയുടെ ഭവനം, സ്വർഗീയ ആരാമം. വല്ലാഹു യദൂ ഇലാ ദാരിസ്സലാം, വല്ലാഹു യദൂ ഇലാ ദാരിസ്സലാം. അല്ലാഹു നിങ്ങളെ ക്ഷണിക്കുന്നത് സമാധാനത്തിന്റെ ഭവനത്തിലേക്കാണ്. സ്വർഗം സമാധാനത്തിന്റെ സങ്കല്പമാണ്. വല്ലാഹു യദൂ ഇലാ ദാരിസ്സലാം. അല്ലാഹു നിങ്ങളെ ക്ഷണിക്കുന്നത് സംഘട്ടനത്തിന്റെ ഭവനത്തിലേക്കല്ല, സമാധാനത്തിന്റെ കേന്ദ്രം. 10-ാം അധ്യായം സൂറത്ത് യൂനസ് 25-ാമത്തെ വചനമാണ്. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ വദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. സമാധാനമടഞ്ഞ ആത്മാവിന്റെ ഉടമകളെ, സമാധാനമടഞ്ഞ ആത്മാവ് അതാരതാ? സംഘട്ടനമില്ല, സംഘർഷമില്ല. ഇന്നോ മുസ്ലിങ്ങളിൽ, അമുസ്ലിങ്ങളിൽ, ക്രിസ്ത്യാനികളിൽ, ഹൈന്ദവരിൽ, മുസ്ലിങ്ങളിൽ ഒരു വിഭാഗം ആളുണ്ട്. അവർക്ക് എന്നും ടെൻഷനാ. മറ്റോൻ കുത്തുവോ, ഇവൻ ചവിട്ടുവോ, അവന്റെ പെങ്ങളെ പിടിക്കുവോ, അങ്ങനെ കുശുകുശു AK-47 ആയിട്ട് ടെൻഷൻ ജീവിതത്തിൽ ഒരു സെക്കൻഡും വിട്ടുമാറാത്ത മനുഷ്യൻ. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് ടെൻഷനില്ല, സമാധാനമാണ്. അല്ലേ? മുഅ്മിൻ എന്ന പദത്തിന്റെ അർത്ഥം എന്താ അറിയോ? ഭയമില്ലാത്തവൻ. ഭയമില്ലാത്തവൻ. ഫല്യഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത് അല്ലദീ അത്അമഹും മിൻ ജൂഇൻ വആമനഹും മിൻ ഖൗഫ്. സൂറത്ത് ഖുറൈശ്. സർവാദിനാഥൻ ഫല്യഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത് അല്ലദീ അത്അമഹും മിൻ ജൂഇൻ വആമനഹും മിൻ ഖൗഫ്. നിർഭയത്തിൽ നിന്ന്, ഭയത്തിൽ നിന്ന് നിർഭയത്വം നൽകി. മുഅ്മിൻ എന്ന പദത്തിന്റെ അർത്ഥം ഭയമില്ലാത്തവനാണ്. മുസ്ലിങ്ങളോട് പ്രവാചക തിരുമേനി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ അയൽവാസി നിന്നെക്കുറിച്ച് നിർഭയനായിരിക്കണം. നിന്റെ അയൽവാസി നിന്നെക്കുറിച്ച് നിർഭയനായിരിക്കണം. മുസ്ലിമിന്റെ തൊട്ടരികെ ജീവിക്കുന്ന RSSകാരൻ, ബജ്രംദളുകാരൻ, BJPക്കാരൻ, കോൺഗ്രസ്സുകാരൻ, ക്രിസ്ത്യാനി, യഹൂദൻ, കമ്മ്യൂണിസ്റ്റുകാരൻ, അവന് നിന്നെക്കുറിച്ച് നിർഭയമുണ്ടായിരിക്കണം. അപ്പോഴേ നീ മുസ്ലിമാകും. വല്ലാത്ത കാര്യം. ലാ യൻഹാകുമുല്ലാഹ് അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീൻ വലൻ യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ.
ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ ലാ യൻഹാകുമുല്ലാഹ്. അല്ലാഹു നിരോധിക്കുന്നില്ല അമുസ്ലിങ്ങളോട്, നിങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്താക്കാത്ത, നിങ്ങളോട് മൈത്രി ബന്ധം പുലർത്തുന്ന അമുസ്ലിങ്ങളോട് അല്ലാഹു വിരോധിക്കുന്നില്ല. നല്ല മൈത്രി ബന്ധം വെച്ച് പുലർത്തണമെന്ന് അല്ലാഹു നിങ്ങളോട് പറയും. നിങ്ങൾ അവർക്ക് പുണ്യം ചെയ്യണം. ആർക്ക്? ഹിന്ദുവിന്, മുസ്ലിമിന്, ക്രിസ്ത്യാനിക്ക്, ഏത് മതക്കാരൻ. അൻതബറൂഹും, യഹൂദന്, മജൂസിക്ക്, ക്രിസ്ത്യാനിക്ക്, ഹിന്ദുവിന്, ജൈനന്, ബൗദ്ധന്, വ്യത്യസ്ത മതക്കാരന്. അൻതബറൂഹും, നിന്നോട് സംഘട്ടനത്തിൽ ഏർപ്പെടാത്ത, സമാധാനപൂർണമായി നിന്റെ അയൽപ്പക്കത്ത് ജീവിക്കുന്ന ആ മുസ്ലിമിനോട് അൻതബറൂഹും നീ അവന് പുണ്യം ചെയ്യണം. അൻതബറൂഹും വതുഖ്സിതു ഇലൈഹിം, നീ അവനോട് നീതി കാണിക്കണം. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, നീതി പാലിക്കുന്നവരെ ദൈവം ഇഷ്ടപ്പെടുന്നു. എല്ലാവരോടുമുള്ള നീതി. ലാ യജ്രിമന്നകും ശനാന ഖൗമിൻ അലാ അല്ലാ തഅദിലു അഅദിലു ഹുവ അഖ്റബു ലിത്തഖ്വ. ഒരു വിഭാഗത്തോടുള്ള ഈർഷ്യത, അവരോട് അനീതി പ്രവർത്തിക്കാൻ നിന്നെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ. ഒരു വിഭാഗത്തോടുള്ള വിദ്വേഷം, ഒരു വിഭാഗത്തോടുള്ള ശത്രുത, അവരോട് അനീതി പ്രവർത്തിക്കാൻ നിന്നെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ എന്ന ഖുർആനിന്റെ പ്രൗഢ സന്ദേശത്തിന്റെ മുമ്പിൽ നമ്മുടെ ശിരസ്കരാവാനല്ലാതെ മാനവകുലത്തിന് എന്ത് സാധ്യമാകും? സൂറത്ത് മാഇദ 5-ാം അധ്യായം 8-ാമത്തെ സൂക്തമാണ്. യാ അയ്യുഹല്ലദീന ആമനു കൂനു ഖവാമീന ലില്ലാഹി ശുഹദാ ബിൽ ഖിസ്ത്. അല്ലാഹുവിന്റെ ഗ്രന്ഥം എന്നിട്ട് പറഞ്ഞു, വലൗ അലാ അൻഫുസികും വബിൽ വാലിദൈനി വൽ അഖ്റബൂൻ. നിങ്ങൾക്കെതിരാണെങ്കിലും, നിങ്ങളുടെ മാതാപിതാക്കൾക്കെതിരാണെങ്കിലും, നിങ്ങളുടെ പിതാക്കന്മാർക്കെതിരാണെങ്കിലും, നിങ്ങളുടെ മക്കൾക്കെതിരാണെങ്കിലും നീതിക്ക് വേണ്ടി നിങ്ങൾ നിലകൊള്ളണം. തെറ്റ് മുസൽമാന്റെ ഭാഗത്താ, ശരി RSSകാരന്റെ ഭാഗത്താ, എങ്കിൽ RSSകാരനോടൊപ്പം നിൽക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുസ്ലിമും യഹൂദനും തമ്മിലുള്ള വിഷയം പരാതി പറയാനെത്തി. റസൂൽ യഹൂദന് അനുകൂലമായി വിധിച്ചു. എന്നിട്ട് സഹാബികൾ ചോദിച്ചു, മുസ്ലിങ്ങൾ ചോദിച്ചു, നിങ്ങൾ ഞങ്ങളുടെ ആളല്ലേ, ഞങ്ങൾക്ക് അനുകൂലമായിട്ടല്ലേ വിധിക്കേണ്ടത്? റസൂൽ പറഞ്ഞു, അതാണ് വർഗീയത. എന്താ വർഗീയത? അന്യായത്തിൽ സ്വന്തം വിഭാഗത്തെ ന്യായീകരിക്കലാണ്. ഇവിടെയുള്ള പലരും ചോദിക്കും, എന്തിനാ നിങ്ങൾ ഇങ്ങനെയൊക്കെ തുറന്നു പറയണേ? മുസ്ലിങ്ങൾക്കിടയിലുള്ള പ്രശ്നം എന്തിനാ അങ്ങാടി പറയണേ? സ്വർഗം കിട്ടാൻ. എന്തിനെ? സ്വർഗം കിട്ടാൻ. ദുനിയാവ് വേണ്ട, ദുനിയാവിലെ സൗഭാഗ്യം വേണ്ട, ദുനിയാവിലെ സപ്പോർട്ട് വേണ്ട. സലാമുൻ അലൈക്കും ബിമാ സബർതും, സലാമുൻ അലൈക്കും ബിമാ സബർതും, സലാമുൻ അലൈക്കും ബിമാ സബർതും. നിങ്ങൾ ക്ഷമിച്ചതുകൊണ്ട് നിങ്ങൾക്ക് സ്വർഗമാണ്. അല്ലാഹു നിങ്ങളെ ക്ഷണിക്കുന്നത് സ്വർഗത്തിലേക്കാണ്. ആ സ്വർഗം കിട്ടാൻ അന്യായമായി ഒരു തെറ്റും ചെയ്യരുത് എന്ന്, ഒരാളെ കൊല്ലരുത് എന്ന്, തിന്മക്ക് വിരുദ്ധമായി നിലപാടെടുക്കരുത് എന്ന് അള്ളാഹുവിന്റെ ഗ്രന്ഥം, അള്ളാഹുവിന്റെ പ്രവാചകന്റെ വചനം, സലഫുകളുടെ ജീവിതം, ചരിത്രത്തിന്റെ ഇന്നലകളുടെ സംഭവം. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, ചെങ്കീസ് ഖാന്റെ പട്ടാളം മംഗോളിയ കടന്ന് താർത്താരികളുടെ ചരിത്രത്തിൽ അവിടെ ഈ ഭരണാധികാരിയോട് സംസാരിക്കാൻ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ചെന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നത് അമുസ്ലിങ്ങളുടെ കാര്യമാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത്. അതിനുശേഷമാണ് എനിക്ക് എന്റെ ഉമ്മത്തിനെ കുറിച്ച് പറയാനുള്ളത്. എനിക്ക് എന്റെ ഉമ്മത്തിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നീ അടക്കി ഭരിക്കുന്ന, നീ നശിപ്പിക്കുന്ന, നീ തകർത്ത് തരിപ്പണമാക്കുന്ന അമുസ്ലിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് എനിക്ക് നിന്നോട് പറയാനുള്ളത് എന്ന് പറഞ്ഞ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ സ്വീകരിച്ച മതത്തിന്റെ സുന്ദരമായ പാത, സമാധാനത്തിന്റെ, വിശ്വസാഹോദര്യത്തിന്റെ, മാനവ സഹിഷ്ണുതയുടെ, ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് മനുഷ്യകുലം മുഴുവനും ഉണ്ടായത് എന്ന യാ അയ്യുഹന്നാസു ഇത്തഖൂ
റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ വത്തഖുല്ലാഹല്ലദീ തസാലൂന ബിഹി വൽറഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ. സൂറത്ത് നിസാ 4-ാമത്തെ അധ്യായം 1-ാമത്തെ സൂക്തമാണ്. മനുഷ്യരെ, നിങ്ങൾ ദൈവത്തെ സൂക്ഷിക്കണം. ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. നിങ്ങൾ ഏകോദര സഹോദരങ്ങളാണ്. നിങ്ങൾ ഐക്യത്തിൽ കഴിയേണ്ടവരാണ്. തിന്മക്ക് കൂട്ടു നിൽക്കേണ്ടവരല്ല. സർവാധിനാഥൻ, സർവജ്ഞൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ മഗ്‌രിബ് നമസ്കാരത്തിന് വേണ്ടി നിർത്തിവെക്കുന്നു. ഇൻഷാ അല്ലാഹ് നമസ്കാരാനന്തരം നമ്മൾ സംസാരിക്കും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൗകര്യങ്ങൾ, പാർക്കിംഗ് ഏരിയ തുടങ്ങി ഒരു വിശാലമായ എക്സിബിഷൻ സന്ദർശകന്റെ സത്യാന്വേഷണത്തെയും ജീവിത ലക്ഷ്യത്തെയും കുറിച്ച് ചിന്തിക്കാൻ ഉതകുന്ന രീതിയിലാണ് തയ്യാറാക്കുന്നത്. നിർബന്ധമായും അറിഞ്ഞിരിക്കുന്ന വിശ്വാസത്തിന്റെ കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഒരാൾ യഥാർത്ഥ മുസ്ലിം ആകുന്നത് എന്ന് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരന്മാരെ, മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷം തുടർന്ന് സൂചിപ്പിക്കുന്ന ചില സുപ്രധാനമായ കാര്യങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണേ എന്നാണ് എൻ്റെ പ്രിയ സഹോദരങ്ങളോട് പറയാനുള്ളത്. ക്ഷീരമുള്ള ഒരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറഞ്ഞ പോലെ വാക്കുകളിലൊക്കെ സംഭവിക്കാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിൽ കയറിപ്പിടിച്ച് ആളുകൾക്കിടയിൽ വസ്വാസുണ്ടാക്കുന്ന കുറേ ആളുകൾ നമുക്കിടയിലുണ്ട്. അവരോട് പറയാനുള്ളത് അള്ളാഹുവിനെ ഭയപ്പെടുക എന്ന് മാത്രമാണ്. മഗ്‌രിബിന്റെ മുമ്പ് സത്യാന്വേഷികളായ സഹോദരങ്ങളെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് അമുസ്ലിങ്ങൾക്ക് പുണ്യം ചെയ്യണമെന്നും അവരോട് നീതി പാലിക്കണമെന്നും പറയുന്ന സൂറത്ത് മുംതഹന 60-ാം അധ്യായത്തിലെ 8-ാമത്തെ സൂക്തമാണ്. അതിന്റെ തുടർച്ചയെന്നോണം 9-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നത്, നിങ്ങളൊരു ആദർശം സ്വീകരിച്ചു എന്നതിൻ്റെ പേരിൽ, തൗഹീദ് സ്വീകരിച്ചു എന്നതിൻ്റെ പേരിൽ, ആ കാരണം കൊണ്ട് നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയും അതിനുവേണ്ടി സംഘടിക്കുകയും അങ്ങനെ നിങ്ങളെ ആക്രമിക്കുകയും ചെയ്യുന്ന ആളുകളോടെ മൈത്രി ബന്ധം പുലർത്തരുത് എന്ന് അള്ളാഹു നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ. ഇനി ഞാൻ ഇവിടെ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ സവിശേഷതയെ വിലയിരുത്തിക്കൊണ്ട് ചില കാര്യങ്ങളാണ്. തീർച്ചയായും ഈ ഒരു ചർച്ച അഭിപ്രായ ഭിന്നതകളുള്ള ചർച്ചയാണെന്ന ബോധ്യമുള്ളത് കൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തോടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യയോടും കൂറു പുലർത്തിക്കൊണ്ടാണ് ഞാൻ ഈ ചർച്ച നടത്തുന്നത്. ആദ്യമായി ഇന്ത്യ രാജ്യം എന്ന് പറയുന്ന ഈ രാജ്യം ഇത് ദാറുൽ ഇസ്ലാം അല്ല. ദാറുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ രാജ്യം അല്ല. ഈ രാജ്യം ദാറുൽ ഹർബ് അല്ല, അഥവാ ഇസ്ലാമിനോട് യുദ്ധം പ്രഖ്യാപിച്ച ഭരണകൂടമുള്ള രാജ്യമല്ല. ഇത് ദാറുസ്സുൽഹിന്റെ, ദാറുദ്ദഅവയുടെ നാടാണ്. പ്രബോധന സാധ്യത അറബ് രാജ്യങ്ങളെക്കാളുപരി, ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, അള്ളാഹുവിന്റെ മതം അറബ് രാജ്യങ്ങളിൽ പറയുന്നതിനേക്കാൾ പച്ചയായി പറയാൻ
വല്ല മണ്ണിലും സാധ്യതയുണ്ടെങ്കിൽ ആ രാജ്യമാണ് ലോകത്ത് മറ്റേതൊരു രാജ്യത്തെക്കാളും മികച്ചു നിൽക്കുന്ന ഇന്ത്യ രാജ്യം. ഇന്ത്യ രാജ്യത്ത് ഒരു കരാറിലാണ് നമ്മൾ. ഭരണഘടന എല്ലാ പൗരനും നൽകിയിട്ടുള്ള അവകാശം, ദി പ്രിയാമ്പിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം, ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങൾ. ഈ മൗലിക അവകാശങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമാണ് എന്ത് എന്ന് നാം വളരെ ഗൗരവമായി മനസ്സിലാക്കണം. അത് ഏത് പൗരനും ഇഷ്ടമുള്ള മതം വിശ്വസിക്കുവാനും അത് പ്രബോധനം ചെയ്യുവാനുമുള്ള സ്വാതന്ത്ര്യം. ഇത് നമ്മുടെ രാജ്യത്തിന്റെ സവിശേഷതയാണ്. ഏത് മതവും സ്വീകരിക്കാം, ഏത് ആദർശവും സ്വീകരിക്കാം, ഏത് ആദർശവും പ്രചരിപ്പിക്കാം. പക്ഷെ അതൊന്നും അന്യനെ കൊല്ലാനോ അന്യനെ നശിപ്പിക്കാനോ അന്യനെ നിർബന്ധിച്ചൊതുക്കാനോ അല്ല. ഞാൻ ഒന്നുകൂടെ പറയും. ഒരു മതത്തിന്റെ ന്യൂനത നമുക്ക് പറയാം, തിരിച്ചും പറയാം, തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാം. പക്ഷേ ബലമായി തിരുത്താനുള്ള സ്വാതന്ത്ര്യം നമുക്കില്ല. മുസ്ലിങ്ങളെ, അടിസ്ഥാനപരമായി ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ ലക്ഷ്യം സ്വർഗമാണ്. സ്വർഗം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു പ്രവൃത്തിയും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൂടാ. ഞാൻ ഈ വിഷയം പരത്തി പറയാൻ സമയമെടുക്കണില്ല എങ്കിലും ഇതൊന്ന് ഗൗരവമായി മനസ്സിലാക്കും. മറ്റുള്ള ആളുകൾ ചെയ്യുന്നത് പോലെയൊക്കെ എന്തുകൊണ്ട് നമുക്ക് ചെയ്തുകൂടാ? അവർ കല്ലെറിഞ്ഞാൽ നമുക്ക് കല്ലെറിഞ്ഞുകൂടെ? അവർ നമ്മളെ തല്ലിയാൽ നമുക്ക് തല്ലിക്കൂടെ? അവർ നമ്മളെ കൊന്നാൽ നമുക്ക് കൊന്നുകൂടെ എന്നൊക്കെ ചോദിക്കുന്ന മുസ്ലിങ്ങളോട് വളരെ ഗൗരവമായി ഞാൻ പറയാണ്, നമ്മളും മറ്റുള്ളവരും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളും. സ്വർഗം ലഭിക്കാൻ ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഒരു ഉദാഹരണം പറയാം. കുടുംബ ബന്ധത്തെ സംബന്ധിച്ച് പറഞ്ഞിടത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഒരു വാചകമാണ്, ഇങ്ങോട്ട് എങ്ങനെ ബന്ധം പുലർത്തുന്നു എന്ന് നോക്കി അങ്ങോട്ട് ബന്ധം പുലർത്തുന്നവരല്ല സത്യവിശ്വാസികൾ. ഞാൻ ഇനി പറയുന്ന എല്ലാ കാര്യങ്ങളും വളരെ വളരെ ഹൃദയം തുറന്ന് പരലോകത്തിന് വേണ്ടി നിങ്ങൾ കേൾക്കണം. ഇവിടെ ഈ വിഷയം അവതരിപ്പിക്കുമ്പോൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ തുടങ്ങിയത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഖുർആനിലെ 20-ാം അധ്യായം 25 മുതൽ 28 വരെയുള്ള സൂക്തം. അപ്പൊ ഇവിടെ ഇങ്ങോട്ട് എങ്ങനെ പെരുമാറുന്നു എന്ന് നോക്കി അങ്ങോട്ട് പെരുമാറുന്നവരല്ല സാക്ഷാൽ സത്യവിശ്വാസികൾ. അപ്പൊ കുടുംബക്കാരിങ്ങോട്ട് മോശമായി പെരുമാറി, ഇങ്ങോട്ട് മൂത്താപ്പാന്റെ മകളെ കല്യാണം വിളിച്ചില്ല, അതുകൊണ്ട് ഞാൻ എന്റെ മോളെ കല്യാണം വിളിക്കൂല എന്ന് തീരുമാനിക്കാൻ പാടില്ല. ഇനി ആലോചിച്ചോ, രണ്ടാളുകൾ തമ്മിൽ പിണങ്ങി, ആർക്കാ ശ്രേഷ്ഠത? ആദ്യം ആരാണോ സലാം പറഞ്ഞ അയാളോട് നന്നാവുന്നത് അയാൾക്കാ ശ്രേഷ്ഠത. ഇസ്ലാം അതാണ്. ഇസ്ലാം എന്ന് പറഞ്ഞ വാശിക്ക് വാശി, കൈക്ക് കൈ, കാലിന് കാല്, നോക്കിന് നോക്ക്, കുത്തിന് കുത്ത്, ചവിട്ടിന് ചവിട്ട്, അതൊന്നല്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ സംബന്ധിച്ച് അറിയാത്ത അമുസ്ലിങ്ങളും ഇസ്ലാമിനെ സംബന്ധിച്ച് പഠിക്കാത്ത മുസ്ലിങ്ങളും, ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ മുസ്ലിങ്ങളോട് പറയുന്നു. സഹോദരങ്ങളെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ശ്രമിച്ചിട്ട് സ്വന്തം ബാപ്പ ആസറിന് ഹിദായത്ത് കിട്ടിയിട്ടില്ല. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം ഞാൻ പറയുന്നത്. ഇബ്രാഹിം നബിയുടെ ബാപ്പയാണ് എന്നതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിക്ക് ഹിദായത്ത് കൊടുത്തില്ല. 950 വർഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് പ്രബോധനം ചെയ്ത നൂഹ് നബിയുടെ ഭാര്യക്ക് അല്ലാഹ് ഹിദായത്ത് കൊടുത്തില്ല. ഫഖാല അന റബ്ബുക്കുമുൽ അഅ്ലാ, ഞാനാണ് പരമോന്നതനായ റബ്ബ് എന്ന് പറഞ്ഞ ഫിറൗനിന്റെ ഭാര്യക്ക് അല്ലാഹ് ഹിദായത്ത് കൊടുത്തു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാപ്പാക്ക് ഹിദായത്ത് കൊടുത്തില്ല, ഉമ്മാക്ക് ഹിദായത്ത് കൊടുത്തില്ല. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്നേഹിച്ച, നബിയെ വളർത്തിയ നബിയുടെ മൂത്താപ്പാക്ക് ഹിദായത്ത് കിട്ടിയില്ല. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ.
മുഹമ്മദ് നബിയെ, താങ്കൾ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഹിദായത്ത് കൊടുക്കാൻ കഴിയില്ല. റസൂലുള്ളാന്റെ ബാപ്പാക്ക് കിട്ടാത്ത ഹിദായത്ത്, റസൂലുള്ളാന്റെ ഉമ്മാക്ക് കിട്ടാത്ത ഹിദായത്ത്, റസൂലുള്ളാന്റെ വല്യാപ്പാക്ക് കിട്ടാത്ത ഹിദായത്ത്, റസൂലുള്ളാന്റെ മൂത്താപ്പാക്ക് കിട്ടാത്ത ഹിദായത്ത്, ഇബ്രാഹിം നബിയുടെ ബാപ്പാക്ക് കിട്ടാത്ത ഹിദായത്ത്, നൂഹ് നബിയുടെ ഭാര്യക്കും നൂഹ് നബിയുടെ മകനും കിട്ടാത്ത ഹിദായത്ത്, സഹോദരാ ലൂത്ത് നബിയുടെ മകന് കിട്ടാത്ത, ലൂത്ത് നബിയുടെ ഭാര്യക്ക് കിട്ടാത്ത ഹിദായത്ത്, അത് കിട്ടിയവരാ ഞാനും നിങ്ങളും. നമ്മളതിന്റെ ഗൗരവം ആലോചിച്ചിട്ടുണ്ടോ? അള്ളാഹു നമ്മളെ മുസ്ലിങ്ങളായി തെരഞ്ഞെടുത്തു. എന്തിന്? യാ അയ്യുഹല്ലദീന ആമനു ദുഖുലു ഫിസ്സിൽമി കാഫ വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ ഇസ്ലാമിൽ പൂർണ്ണമായിട്ട് പ്രവേശിക്കണം. പാതി ഇസ്ലാം, കുറച്ച് ഇസ്ലാം, താടി വെക്കുന്നിടത്ത് ഇസ്ലാം, ഡ്രസ്സ് ധരിക്കുന്നിടത്ത് ഇസ്ലാമില്ല, ഡ്രസ്സ് ധരിക്കുന്നിടത്ത് ഇസ്ലാം, താടി വെക്കുന്നിടത്ത് ഇസ്ലാമില്ല, ഇസ്ലാമിക വസ്ത്രം ധരിക്കുന്നിടത്ത് ഇസ്ലാമില്ല, സ്ത്രീധനം വാങ്ങുന്നിടത്ത് ഇസ്ലാമില്ല, പലിശ വാങ്ങുന്നിടത്ത് ഇസ്ലാമില്ല, കയ്യെട്ടുന്നിടത്ത് ഇസ്ലാം. ഈ ഇസ്ലാം അല്ല. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനു ദുഖുലു ഫിസ്സിൽമി കാഫ, നിങ്ങൾ ഇസ്ലാമിലേക്ക് പൂർണ്ണമായി പ്രവേശിക്കണം. 2-ാം അധ്യായം സൂറത്ത് ബഖറ 208-ാമത്തെ വചനമാണ്. സഹോദരാ, നാം ആരാണ്? ലോകർക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടവർ. ഞാൻ എന്റെ എവിടെയോ നടത്തിയൊരു പ്രസംഗത്തിൽ എന്റെ പ്രിയപ്പെട്ട മുസൽമാനെ, എന്റെ പ്രിയപ്പെട്ട കോൺഗ്രസ്സുകാരാ, എന്റെ പ്രിയപ്പെട്ട ലീഗുകാരാ എന്നൊക്കെ വിളിച്ച കൂട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ട ബജ്റംഗ് ദളുകാരാ എന്ന് പറഞ്ഞു. അത് വിമർശിക്കുന്ന മുസ്ലിങ്ങളുണ്ട്. ആലോചിച്ചു നോക്കുങ്ങൾ. ക്ഷീരമുള്ളോരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം. ലേ, പ്രവാചകന്മാരെ മർദ്ദിച്ച സഹോദരാ, നീ ഇസ്ലാം പഠിച്ചിട്ടില്ല. സഹോദരാ, നീ മതം പഠിച്ചിട്ടില്ല. സഹോദരാ, പ്രവാചകന്മാരാരാ? 950 വർഷം നൂഹ് നബിയെ മർദ്ദിച്ച ജനതയെ തല്ലിയിട്ടില്ല അദ്ദേഹം, ശപിച്ചിട്ടില്ല അദ്ദേഹം. ലേ, 9.5 നൂറ്റാണ്ട് ക്ഷമിച്ചു നോക്കി. ഇനി വരും തലമുറയെ പോലും അവർ നശിപ്പിക്കും എന്ന് തോന്നിയപ്പോ നൂഹ് നബി അള്ളാഹിനോട് പ്രാർത്ഥിക്കുകയുണ്ടായത്. ലേ, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചില്ല പടച്ചവനോട്? ഖാല റബ്ബി ഇന്നി ദഅൗതു ഖൗമി ലൈലം വനഹാറാ. ഖാല റബ്ബി ഇന്നി ദഅൗതു ഖൗമി ലൈലം വനഹാറാ ഫലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറാ. പടച്ചവനെ, രാവ് പകൽ വ്യത്യാസമില്ലാതെ ഞാൻ അവരെ ക്ഷണിച്ചു റബ്ബേ. രാവെന്ന വ്യത്യാസമില്ല, പകലെന്ന വ്യത്യാസമില്ല, ആ വ്യത്യാസമില്ലാതെ തമ്പുരാനെ ഞാൻ അവരെ ക്ഷണിച്ചു. ഫലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറാ. അവർ ഓടിപ്പോയി. അവരുടെ ഓടിപ്പോക്ക് വർദ്ധിപ്പിക്കുകയല്ലാതെ മറ്റൊന്നുണ്ടായില്ല. 71-ാം അധ്യായം സൂറത്തുൻ നൂഹ്. 71-ാം അധ്യായം സൂറത്തുൻ നൂഹ് 5-6 വചനങ്ങൾ. സഹോദരന്മാരെ, രാവെന്ന വ്യത്യാസമില്ലാതെ, പകലെന്ന വ്യത്യാസമില്ലാതെ ഞാൻ അവരെ ക്ഷണിച്ചു. ഒരു പ്രവാചകന്റെ മനസ്സെന്താണെന്നറിയോ? നൂഹ് നബി അഭിമുഖീകരിക്കുന്ന ജനത ആരാന്നറിയോ നിങ്ങൾക്ക്? പക്കാ ബഹുദൈവ വിശ്വാസികൾ. ആര്? പക്കാ ബഹുദൈവ വിശ്വാസികൾ. അവരാരാന്നറിയോ? ആ ആളാരാന്നറിയോ? നൂഹ് നബിയുടെ മക്കൾ, നൂഹ് നബിയുടെ പുത്രപരമ്പര. അവരാരാന്നറിയോ? ആദം നബിയുടെ മക്കൾ, അള്ളാഹുവിന്റെ സിദ്ധികൾ. അവരാരാന്നറിയോ? നൂഹ് നബിയുടെ തലമുറയിൽപ്പെട്ട ആളുകൾ. തൗഹീദ് ഉണ്ടായിരുന്ന ആളുകളാണ്. പിന്നീട് അവർ വിഗ്രഹാരാധനയിലേക്ക് പോയി. വദ്ദം വലാ സുവാഅം വലാ യഹൂസ വയഹൂക വനസ്ര. സൂറത്തുൻ നൂഹ് 28 ആയത്തുകളിൽ പടച്ചവൻ പറയാ, വദ്ദിനെ, സുവാഇനെ, യഹൂസിനെ, യഹൂഖിനെ, നസ്റിനെ അവർ ആരാധിച്ചു. അപ്പോ നൂഹ് നബി അലൈഹിസ്സലാം വന്നു. നൂഹ് നബി വന്നിട്ട് ആ ജനതയെ 950 വർഷം അവര് പീഡിപ്പിച്ചു, കൂക്ക് വിളിച്ചു, തല്ലി, പിടിച്ചു വലിച്ചു, ധാരാളം പരിഹസിച്ചു. ലേ, സ്വന്തം ഭാര്യ പോലും അതായിരുന്നില്ലേ? ഭ്രാന്തൻ എന്ന് ഭാര്യയാൽ ഭർത്താവ് വിളിക്കപ്പെടുക. ലേ, ഭാര്യ ഭർത്താവിനെ കുറിച്ച് ചീത്തയായ പ്രചരണം നടത്തുക, മോന്തിക്കാരി. ആ പ്രവാചകന്റെ മനസ്സെന്തായിരിക്കും? എന്നിട്ടോ
എന്നിട്ടും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അല്ലേ, കാത്തിരുന്നു അല്ലേ. 1 നൂറ്റാണ്ടാ? അല്ല. 2 നൂറ്റാണ്ടാ? അല്ല. 4 അല്ല. 5 ആണോ? അല്ല. 9.5 നൂറ്റാണ്ട്. 1000 വർഷത്തിന് 50 കുറവ് അല്ലേ. എന്താ മനസ്സ്? എന്താ മനസ്സ്? മുസൽമാനെ, നിന്റെ മനസ്സ് വൈരത്തിൻ്റെതല്ല. മുസൽമാനെ, നിന്റെ മനസ്സ് ശത്രുതയുടേതല്ല. മുസൽമാനെ, നിന്റെ മനസ്സ് ആളുകളോട് മുഴുവനും കരുണയുള്ള അദ്ദീനു അന്നസീഹ, അദ്ദീനു അന്നസീഹ. മതം അത് ഗുണകാംക്ഷയാണ്. ആരോട്? RSSകാരോട്, BJPക്കാരോട്, ബജ്റംദളുകാരോട്, ലോകത്തുള്ള ക്രിസ്ത്യാനിയോട്, യഹൂദനോട്, ജൈനോട്, എല്ലാ മനുഷ്യരോടും. ഇർഹമു ഇർഹമു മൻ ഫിൽ അർദ് ഇർഹമകും മൻ ഫിസ് സമാ. ഇർഹമു മൻ ഫിൽ അർദ് ഇർഹമകും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക. ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. ഭൂമിയിലുള്ളവരോട് എന്താ ഈ പറയുന്നത്? ഭൂമിയിലുള്ളവരോട്, മുസ്ലിങ്ങളോട് എന്നല്ല, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക. ഇർഹമു മൻ ഫിൽ അർദ് ഇർഹമകും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക, ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. പ്രൗഢമീ സൂക്തങ്ങൾ മഹാനായ പ്രവാചകൻ വറഫഅനാ ലക ദിക്റക് വറഫഅനാ ലക ദിക്റക്. നബിയേ, അങ്ങയുടെ കീർത്തി, അങ്ങ് പഠിപ്പിച്ച സിദ്ധാന്തം, മാനവികതയുടെ വിമോചനത്തിന്റെ സിദ്ധാന്തം, അങ്ങ് അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തഅമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദനിൽ ഫസീല വൽ ഫളീല വസീലത വൽ ഫളീലത വബഅസഹു മഖാമൻ മഅമൂദ അല്ലദി വഅദ്തുഹു. എന്താണ് ആ റസൂലിന്റെ സ്ഥാനം? ഇർഹമു മൻ ഫിൽ അർദ്, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക, ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. സഹോദര, സഹോദരി, എന്താണ് ഈ തത്വം? എന്താണ് ഈ ആദർശം? എന്താണ് ഈ ആദർശം? അതുകൊണ്ട് എല്ലാരോടും, ഈ രാജ്യത്ത് അമുസ്ലിങ്ങൾ ധാരാളമുണ്ട്. 85% വരുന്ന അമുസ്ലിങ്ങൾ, ഹൈന്ദവ സഹോദരങ്ങൾ, ക്രൈസ്തവർ, ധാരാളം ആളുകൾ. ഒരു ന്യൂനപക്ഷം, ഇന്തോനേഷ്യ കഴിഞ്ഞാൽ 2ാം സ്ഥാനം ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രാജ്യം അല്ലേ. ഈ രാജ്യത്ത് മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെട്ടു.